ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ എന്താണ്, ചെറ്റത്തരമാണ്, രാഷ്ട്രീയ ചെറ്റത്തരം. ഈ ചെറ്റത്തരം എന്ന വാക്ക് എപ്പോഴാണ് ഇത്രമാത്രം അശ്ലീലമായി മാറിയത്, അല്ലെങ്കിൽ അൺപാർലമെന്ററി ആയത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വളരെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമുണ്ട്, നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടാവും, കേരളത്തിലാകെ പറഞ്ഞിട്ടുണ്ടാവും. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല ഞങ്ങളെല്ലാവരും ചെറ്റകളാണ്. അതിൻ്റെ അർത്ഥം നാട് മുഴുവൻ വിഭജിക്കാൻ നടന്നിട്ട് സ്ത്രീകളെ വലിയ തോതിൽ ദുർബോധനപ്പെടുത്തി ബലാത്സംഗം ചെയ്തിട്ട് എന്നിട്ട് അവരെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ ചെയ്തു. അതല്ലേ പ്രതിപക്ഷ നേതാവും സംഘവും ചെയ്തു. ഒരു നടനെ, ഒരു കലാകാരനെ, ഒരു സാംസ്കാരിക പ്രവർത്തകനെ കോമാളി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയാണ്. ഭാഷയിലും സാംസ്കാരിക ഇടങ്ങളിലും പൊതുമണ്ഡലത്തിലും ഇവരുടെ നാവിൽ നിന്ന് പെയ്തു വീണ ഈ വൃത്തികെട്ട വാക്കുകൾ അത് ശുചീകരിക്കാൻ ഒരു സാംസ്കാരിക ഹരിതകർമ്മസേന ഉണ്ടാക്കേണ്ടി വരും. സ്വയം കണ്ണാടി നോക്കിയാൽ മതി. പിണറായി വിജയൻ സ്വയം ഒന്ന് കണ്ണാടി നോക്കണം. അപ്പോഴാണ് PT കുഞ്ഞുമുഹമ്മദിനെതിരായി ഒരു ചലച്ചിത്ര പ്രവർത്തക കൊടുത്ത പരാതി പോലീസിന് കൊടുക്കാതെ പൂഴ്ത്തിവെച്ച മുഖ്യമന്ത്രിയുടെ മുഖം മുഖ്യമന്ത്രി കാണും, കണ്ണാടിയിൽ കാണും. കണ്ണാടിയിൽ അല്ലേ? 2 കൊല്ലം MLAക്കെതിരായി ആക്ഷേപം വന്നിട്ടും ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാത്ത പാർട്ടി നേതാവായ പിണറായി വിജയന്റെ മുഖവും അദ്ദേഹത്തിന് കണ്ണാടിയിൽ കാണാം. നമസ്കാരം. പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി അവശേഷിക്കുന്നത് 14 ദിവസം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഏറ്റവും കുറച്ച് ദിവസം ലഭിച്ച തെരഞ്ഞെടുപ്പാണ് ഇത്. പ്രചാരണം ഉച്ചസ്ഥായിയിലാകുമ്പോൾ നേതാക്കളുടെ വാക്പോരാണ് ചൂടുപിടിക്കുന്നത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കളം നിറഞ്ഞ ദിവസമാണിന്ന്. മുഖ്യമന്ത്രിയുടെ ചെറ്റത്തരം പരാമർശവും വീട്ടിൽ പോയി ചോദ്യം ചോദിക്കും മറുപടിയും ഒക്കെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. തിരുത്താതെ വിശദീകരണവുമായി മുഖ്യമന്ത്രിയും പോര് കടുപ്പിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും അടങ്ങാത്ത ഡീൽ വിവാദവും വാക്പോരിന് ഇന്ധനമാകുന്നുണ്ട്. 10 വർഷം ഭരണത്തിലിരുന്ന സർക്കാരിനെ നേരിടുമ്പോൾ ഇതുവരെ ഉന്നയിച്ചിരുന്ന വിഷയങ്ങൾ മാറ്റിവെച്ച് പ്രതിപക്ഷം വാക്പോരിലേക്ക് ചുരുങ്ങുന്നത് എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് പോലും വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാൻ മുഖ്യമന്ത്രിക്ക് ആകുന്നില്ലേ? പ്രചാരണത്തിൽ വാക്പോരിലാണോ നേതാക്കളുടെ ഫോക്കസ്? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. N. ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ; ഡോക്ടർ മോഹൻ വർഗീസ്, രാഷ്ട്രീയ നിരീക്ഷകൻ; M. ജയചന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ; ശ്രീ AK അനുരാജ്, വലത് നിരീക്ഷകൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ഡോക്ടർ മോഹൻ വർഗീസ്. കോൺഗ്രസിനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും ഡു ഓർ ഡൈ മത്സരമാണ് ഇത്. വളരെ കുറച്ച് ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ലഭിക്കുകയാണ്. 10 വർഷം ഭരണത്തിലിരുന്ന ഒരു സർക്കാരിനെതിരെ പോരിനിറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷം. ഇവിടെ ഈ രീതിയിലാണോ പ്രചരണം മുന്നോട്ട് പോകേണ്ടത്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ രീതിയിലല്ല പ്രചരണം മുന്നോട്ട് പോകേണ്ടത്. നേതാക്കളുടെ നാവിൻ തുമ്പത്ത് വികട സരസ്വതി വിളയാടുകയാണ്. അത് ഒരുപക്ഷെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു പോയിന്റ് സ്കോർ ചെയ്യാൻ വേണ്ടി, എതിരാളിയുടെ ആത്മവീര്യം തകർക്കാൻ വേണ്ടി ഒരുപക്ഷെ ഉപയോഗിക്കുന്ന കഠിനമായ പ്രയോഗങ്ങളാണ്. പക്ഷേ ഇതെല്ലാം തന്നെ തിരിച്ചു കൊത്തും. നാളുകളിൽ പ്രചരണത്തിന് വേണ്ടി ഇതെല്ലാം ഉപയോഗിക്കപ്പെടും എന്ന ഒരു ധാരണ ഇല്ലാതെ വീൺ വാക്കുകളായി മാറുകയാണ്. യഥാർത്ഥത്തിൽ നോക്കൂ, ചെറ്റത്തരമുള്ള വാക്ക് എന്ന വാക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു കാരണവശാലും വീഴാൻ പാടില്ലാത്തൊരു വാക്കാണ്. കാരണം അടിസ്ഥാന വർഗത്തിൻ്റെ മോചനത്തിന് വേണ്ടി അടിസ്ഥാനവർഗ വോട്ടുകൾ നേടി ജയിച്ചു വരുന്ന CPM തീർച്ചയായും ചെറ്റ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് ആർക്കെതിരെ ഉപയോഗിച്ചാൽ പോലും ഒരു വിഭാഗം, അല്ലെങ്കിൽ പാവപ്പെട്ടവർ, അല്ലെങ്കിൽ ചെറ്റക്കുടലിൽ താമസിക്കുന്നവർ, ഓലക്കുടലിൽ താമസിക്കുന്നവർ എന്നെല്ലാമുള്ള വിവക്ഷയാണ് വരുന്നത്. അത് തീർച്ചയായും രാഷ്ട്രീയമായി വലിയൊരു വില കൊടുക്കേണ്ടി വരും എന്ന ബോധം നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇല്ലാതെ പോയി എന്നതാണ് ഒരു കാരണം. മാത്രമല്ല, ഇതിനെതിരെ വരുന്ന പ്രതികരണങ്ങളും വളരെ രൂക്ഷമായിട്ടാണ് വരുന്നത്. VD സതീശൻ്റെ ഭാഗത്തു നിന്ന് ഉരുളക്കുപ്പേരി പോലെയുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. ഇപ്പോൾ ഡീൽ വിവാദമൊക്കെ ഒരു വശത്ത് കൊണ്ട് പോകുന്നു. പക്ഷേ ഓരോ വാക്കും, ഭരണപക്ഷത്തിൻ്റെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഓരോ വാക്കും തലനാരിഴ കീറി പരിശോധിച്ച്, മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഈ നികഷ്ടജീവി എന്നൊരു ബിഷപ്പിനെ വിളിക്കുന്നു, അതുപോലെ പരനാറി എന്ന പ്രയോഗം ഉണ്ടാകുന്നു ശ്രീ NK പ്രേമചന്ദ്രനെതിരെ. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ദോഷകരമായി എന്ന് കാണേണ്ടതാണ്. അതും ഒരു ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ
ശ്രീ VS അച്യുതാനന്ദൻ അവസാന നിമിഷം തിരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുൻപുള്ള സമയത്ത് അവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ അമ്മമ്മ എന്ന് വിളിച്ചപ്പോൾ ഉണ്ടായ ഒരു വിവാദം, ഇതൊക്കെ ഉൾപ്പെടെ ഒരു ലൈറ്റ് വെയിനിൽ പറയുന്ന ചില കാര്യങ്ങളായിരിക്കണം. ദേ മേ നോട്ട് മീൻ ഇറ്റ്, പക്ഷേ കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതാണ്. യഥാർത്ഥത്തിൽ ഈ വാക്കുകൾക്കകത്തല്ല എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. ഇൻട്രോയിൽ രേണുക പറഞ്ഞതുപോലെ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഓരോ വോട്ടും ഓരോ സീറ്റും. ഇത് ഉദ്യോതിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ പദപ്രയോഗങ്ങൾ വരുന്നത്. കാരണം അതുകൊണ്ടാണ് ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ ചേരുകയോ പാർട്ടി വിരുദ്ധനായി വരികയോ മറ്റൊരു പാർട്ടിയുടെ അല്ലെങ്കിൽ മറ്റൊരു മുന്നണിയുടെ ലേബലിൽ കാൻഡിഡേറ്റായി വരികയോ ചെയ്യുന്ന ആ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ ആ വ്യക്തിയെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു സേയിങ് ഉണ്ട് ഇംഗ്ലീഷിൽ, ലെസർ മോർട്ടൽസ് ടോക്ക് അബൌട്ട് പീപ്പിൾ അല്ലേ, പക്ഷേ അതർ പീപ്പിൾ, നോർമൽ പീപ്പിൾ ടോക്ക് അബൌട്ട് ഇൻസിഡൻസ്, ബട്ട് ഗ്രേറ്റ് പീപ്പിൾ ടോക്ക് അബൌട്ട് ഇഷ്യൂസ്. വേർ ആർ ദ ഗ്രേറ്റ് പീപ്പിൾ? എവിടെ ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഇടയിൽ വലിയ ആളുകളില്ലേ ഇഷ്യൂസ് സംസാരിക്കാൻ? വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അതുപോലെ അക്രമം, അരാജകത്വം, അഴിമതി, വിഷയങ്ങൾ, വികസനം, വിഷയങ്ങൾ സംസാരിക്കാൻ സമയം ചെലവഴിക്കുന്നതിന് പകരം വാക്കുകളിൽ തൂങ്ങിക്കളിച്ചുകൊണ്ട് വ്യക്തികളെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തുന്ന പ്രചരണം എല്ലാ സഭ്യതയുടെ എല്ലാ സീമകളെയും അതിലംഘിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തീർച്ചയായും അങ്ങനെ ഒരു പ്രചരണം അത് ആരുടെ ഭാഗത്തു നിന്ന് വന്നാലും, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നാലും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നാലും അപലപനീയമാണ് എന്നാണ് എൻ്റെ പക്ഷം. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ M ജയചന്ദ്രൻ, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പോലും സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമാകുന്ന ഒരു സാഹചര്യത്തിലും സമയത്തിലുമാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. സർക്കാർ അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അവരുടെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നു. പക്ഷേ നോക്കൂ, ഈ പ്രചരണം ചൂടുപിടിക്കുമ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ചെറ്റത്തരം പരാമർശം ന്യായീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെയും മറുപടി പറയേണ്ടി വരുന്നത്, ന്യായീകരിക്കേണ്ടി വരുന്നത് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശമാണ്. നമുക്കറിയാം പരനാറി പരാമർശം എങ്ങനെയാണ് കൊല്ലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നത് കാണാം. അത് മറ്റോരോ തെരഞ്ഞെടുപ്പുകളിലും ആവർത്തിച്ച് പ്രതിപക്ഷം ഉപയോഗിക്കുന്നതാണ്. ഒരു ജാഗ്രതക്കുറവ് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലേ? അല്ല, രാഷ്ട്രീയമായ ജാഗ്രതക്കുറവ് ഉണ്ടായെന്നോ തെരഞ്ഞെടുപ്പ് രംഗത്ത് ജാഗ്രതക്കുറവുണ്ടായി എന്നോ മറ്റുള്ളവർക്ക് വിമർശിക്കാൻ സൗകര്യം കിട്ടുന്ന തരത്തിലാണ് ഈ പ്രയോഗം വന്നത് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ മുഖ്യമന്ത്രി പ്രയോഗിച്ചതിന്റെ ആ പദപ്രയോഗത്തിന്റെ സ്വീകാര്യതയോ അസ്വീകാര്യതയോ അല്ല, അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. അത് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് G. സുധാകരനെയല്ല പറഞ്ഞത്. അത് പറഞ്ഞത് മറ്റൊരു മീഡിയ ഹൗസിന്റെ ഒരു ഇന്റർവ്യൂവിലുമാണ്. ആ ഇന്റർവ്യൂ അദ്ദേഹം പറഞ്ഞു, G. സുധാകരൻ അതിനെ എങ്ങനെയാണ് എടുത്തതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഞാൻ അതിനെ എന്റെ അഭിമാനമായി ഞാനത് കാണുന്നു. ചെറ്റക്കുടിൽ, ചെറ്റത്തറ, ഇതൊക്കെ പുള്ളി പറഞ്ഞു. അദ്ദേഹം G. സുധാകരൻ പറഞ്ഞു. അതിനുശേഷം മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, പല ദശകങ്ങളായിട്ട് ഞാൻ പറയുന്ന ഒരു വാചകമുണ്ടല്ലോ, 4 വോട്ടിനും ഏതാനും സീറ്റുകൾക്കും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെറ്റകളാണെന്നാണ് ഞങ്ങൾ തന്നെ അർത്ഥമാക്കുന്നത്. ഇന്ന് അദ്ദേഹം M. ജയചന്ദ്രൻ ഇടപെടുന്നതിൽ ക്ഷമിക്കുക. നോക്കൂ, മുഖ്യമന്ത്രി പറയുകയാണ്, ഞങ്ങൾ പരസ്പരം അത് പറയാറുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ തന്നെ ആവർത്തിച്ച് പറയാറുണ്ടല്ലോ, ഞങ്ങളൊക്കെ ചെറ്റകളെന്നാണോ അതിന്റെ അർത്ഥമെന്ന്. ഒരു മോശം പദപ്രയോഗം അത് നമ്മൾ വീട്ടിലോ പരസ്പരമോ സുഹൃത്തുക്കൾക്കിടയിലോ ഉപയോഗിച്ചാൽ അത് നല്ല പദപ്രയോഗമായി മാറുമോ? നല്ല പദപ്രയോഗം, ഈ പദപ്രയോഗത്തിന്റെ നന്മയോ തിന്മയോ കുറിച്ചാണ്, ആ ഭാഷാപ്രയോഗത്തിന്റെ പ്രശ്നമാണ് ചർച്ച ചെയ്യുക, അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അതല്ല അതിന്റെ രാഷ്ട്രീയ വിവക്ഷകളാണ് ചർച്ച ചെയ്യുക, അതിനെ അങ്ങനെ ചർച്ച ചെയ്യാം. ഇതൊന്നുമല്ല ഒരാളുടെ ഭാഷാപ്രയോഗം തിന്മയായിട്ട് മാത്രം ചിത്രീകരിക്കാനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് ഏത് നിലയ്ക്കാണ് ചെയ്യേണ്ടതെന്നുള്ളത് ചർച്ച ചെയ്യുന്നവർ നിശ്ചയിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഞാൻ നിശ്ചയിക്കുന്നത് മുഖ്യമന്ത്രി ബോധപൂർവം ഒരു രാഷ്ട്രീയമായി രാഷ്ട്രീയ ചെറ്റത്തരം എന്ന പ്രയോഗം കൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത് G. സുധാകരൻ എന്ന വ്യക്തിയെ വർഗവഞ്ചകനായി ചിത്രീകരിക്കുന്നതിന് സമമായിട്ടാണ് അദ്ദേഹം അത് പ്രയോഗിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹം ഇന്ന് പറഞ്ഞതും അത് തന്നെയാണ്. G. സുധാകരൻ ആ രൂപത്തിൽ ഉൾക്കൊള്ളേണ്ട കാര്യമില്ലാത്ത വേറെ രൂപത്തിൽ മറുപടി പറഞ്ഞത്. പിന്നെ താങ്കളുടെ ചോദ്യം അത് പ്രസക്തമാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പറയാമോ എന്നുള്ളത്, അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയും അങ്ങനെ പറയേണ്ട കാര്യമില്ല. അത് പറയും, നിശ്ചയമായും പറയുന്നത് എനിക്ക് മടിയൊന്നുമില്ല. കാര്യം ഒരു സ്ഥാനത്തിരിക്കുന്നവർ
പറയേണ്ട പിന്നെ പദപ്രയോഗങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു പിന്നെ ഈ കൃത്യമായ അങ്ങനെ നിർവഹിച്ചിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ അവനവനാണ് തീരുമാനിക്കേണ്ടത്. നമ്മളുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ എങ്ങനെയാണ് സമൂഹത്തിൽ സ്വീകാര്യത ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു നന്മയുടെയും തിന്മയുടെയും പ്രതീകങ്ങളായിട്ട് മാറുന്നത് എന്നൊക്കെയുള്ളത് പറയുന്നവർ ആലോചിക്കേണ്ട കാര്യമാണ്. എന്നുള്ള നിലയിൽ താങ്കൾ പറഞ്ഞതിനെ ഞാൻ അത് മാനിക്കുന്നു. അങ്ങനെ ഒരു പദപ്രയോഗം വേണ്ടിയിരുന്നില്ല. പക്ഷേ ആ പദപ്രയോഗം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് മുഖ്യമന്ത്രി വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ആ വിവാദം തീരേണ്ടതാണ് എന്ന പക്ഷക്കാരനാണ് ഞാൻ. പക്ഷേ അവിടെ മറ്റൊരു ഭാഗം കൂടി ഇല്ലേ ശ്രീ എം ജയചന്ദ്രൻ? ഒരു തെറ്റായ ഒരു പദപ്രയോഗമോ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായി, അത് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അതിനെ ന്യായീകരിക്കാതിരിക്കുക. തോമസ് ഐസക് ഒരു പരാമർശം നടത്തിയല്ലോ, അദ്ദേഹത്തിന്റെ പരാമർശം പൊളിറ്റിക്കലി ശരിയല്ല എന്ന വിമർശനം ഉയർന്ന ഘട്ടത്തിൽ ആരും നിർബന്ധിക്കേണ്ടി വന്നില്ല, അദ്ദേഹം അത് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ആ വിവാദം അവിടെ കെട്ടടങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി ഇത് ന്യായീകരിക്കുന്നതല്ലേ വീണ്ടും വീണ്ടും ഇത് ചർച്ചയാക്കാൻ ഇട നൽകുന്നത്? അല്ല, അദ്ദേഹം ഒരു വിശേഷണ പദമാണ് ഉപയോഗിച്ചത്. കോമാളി എന്നുള്ളൊരു വിശേഷണ പദം രമേശ് പിഷാരടിക്ക് മേൽ ആരോപിക്കുകയാണ് ചെയ്തത്. അതാണ് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചത്, തോമസ് ഐസക്. അതായത് ഇവിടെ മുഖ്യമന്ത്രി ഒരു വ്യക്തിയുടെ പ്രവൃത്തിയെയാണ് രാഷ്ട്രീയ ചെറ്റത്തരം എന്ന് വിശേഷിപ്പിച്ചത്. രണ്ടിനും തമ്മിൽ രണ്ട് കാര്യത്തിൽ പ്രകാര വ്യത്യാസമുണ്ട്, നിശ്ചയമായും ഉണ്ട്. ഏത് നിലയ്ക്ക് നോക്കിയാലും ഉണ്ടത്. മുഖ്യമന്ത്രി വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ക്രിറ്റിസിസം, അതിൻ്റെ അകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ പ്രശ്നമല്ല, പൊളിറ്റിക്കൽ ക്രിറ്റിസിസത്തിന്റെ പ്രശ്നമാണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത്. അത് അദ്ദേഹം വ്യക്തമാക്കുന്നുമുണ്ട്. അങ്ങനെ തന്നെ ഞാൻ ഇന്ന രൂപത്തിലാണത് ഉദ്ദേശിച്ചതെന്ന് തന്നെ പറയുന്നുണ്ടല്ലോ. പക്ഷെ ഐസക് പറഞ്ഞത് അങ്ങനെയല്ല. ഐസക് പറഞ്ഞ് ഞാൻ പറഞ്ഞത് അങ്ങനെ തെറ്റായി ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഖേദിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് രമേശ് പിഷാരടിയെ കോമാളി എന്ന് വിശേഷിപ്പിച്ചതിന്റെ പേരിലാണ്. അത് അങ്ങനത്തെ നാമവിശേഷണം കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് ഐസക്കിന് അങ്ങനെ തോന്നി. ഐസക് തുറന്ന് ഖേദം പ്രകടിപ്പിച്ചു. പക്ഷെ മറ്റേതങ്ങനെയല്ല. അത് ആ ഒരു പിന്നെ അദ്ദേഹം ചെയ്ത നടപടിയെ, കർമ്മത്തെ, അതിനെയാണ് നേരിട്ട് അറ്റാക്ക് ചെയ്യുന്നതെന്നുള്ള വ്യത്യാസമുണ്ട് എന്നാണ് എന്റെ കാഴ്ചപ്പാട്. 2014 പരനാറിയിൽ നിന്ന് ചെറ്റത്തരം എന്ന രീതിയിലേക്ക് ലഘൂകരിക്കപ്പെട്ടല്ലോ എന്ന് ആശ്വസിക്കാമോ എന്നാണോ? എന്നാലും ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ എൻ ശ്രീകുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പദപ്രയോഗം അതിനെ ന്യായീകരിക്കേണ്ടി വരുന്നു നേതാക്കൾക്ക് എന്നൊരു സാഹചര്യമുണ്ട്. പക്ഷെ താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇത് എപ്പോഴാണ് രാഷ്ട്രീയമായി ശരികേടായത് എന്ന ചോദ്യം ഉൾപ്പെടെ മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. ആട്ടെ, പക്ഷേ ഇതാണോ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയം എന്നൊരു ചോദ്യമില്ലേ? പ്രതിപക്ഷം കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഓഡിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സമീപനമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലെത്തുമ്പോൾ അതൊക്കെ വിട്ട് ഡീൽ ആരോപണത്തിലും ഈ രാഷ്ട്രീയ ശരിയേടുള്ള വാക്കുകളിലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്? നോക്കൂ ശ്രീമതി രേണുക, 10 വർഷം ഭരിച്ച ഒരു ഗവൺമെന്റിന്റെ ക്യാപ്റ്റൻ എന്ന് CPM വിശേഷിപ്പിക്കുന്ന ശ്രീ പിണറായി വിജയന് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകോപിതനാകേണ്ടി വരുന്നത്? ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ശരാശരി നിലവാരത്തിൽ നിന്നും പെട്ടെന്ന് മാറുമ്പോഴാണല്ലോ പ്രകോപനപരമായ ചീത്ത വാക്കുകൾ വായിൽ നിന്ന് വരുന്നത്. ശ്രീ G. സുധാകരനെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയ ശേഷം, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം ഒഴിവായ ശേഷം, സുധാകരന്റെ നിലപാടുകൾക്ക് മറുപടി പറയേണ്ടതിന് പകരം ചെറ്റത്തരം എന്ന് വാക്ക് ഉപയോഗിക്കുന്നത് അത് അറിഞ്ഞുകൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് 10-60 വർഷം കൂടെ നടന്ന ഒരു വലിയ സഖാവിനെ വിശേഷിപ്പിക്കുമ്പോൾ അത് പ്രകോപിതമാണ്. അദ്ദേഹം പ്രകോപനത്തിന്റെ ഒരു കെണിയിൽ വീണിരിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് രാഷ്ട്രീയ കാലാവസ്ഥയുടെ വ്യതിയാനം മൂലമാണ്. UDFന് അനുകൂലമായ ഒരു അന്തരീക്ഷം സംസ്ഥാനത്ത് കഴിഞ്ഞ 48 മണിക്കൂറിൽ എന്തുകൊണ്ടുണ്ടായി എന്നൊരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാകുന്നതും പ്രതികൂലമാകുന്നതും ഓരോ ദിവസത്തെ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതാദ്യം തെരഞ്ഞെടുപ്പിന് ദിവസം തന്നെ സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച LDFും പിറ്റേന്ന് സുധാകരൻ വിഷയത്തിൽ UDFും ഒക്കെ വലിയ പ്രതിസന്ധിയിലായി. പക്ഷെ അതിനുശേഷം എല്ലാം പരിഹരിച്ച് UDF പെട്ടെന്ന് ശുഭാപ്തി വിശ്വാസം വീണ്ടെടുത്തതിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായ മനോവിഷമം ഒരുപക്ഷെ CPMന്റെ നേതാക്കൾക്ക് ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ചെറ്റത്തരം എന്ന വാക്കും മുൻ മന്ത്രി തോമസ് ഐസക് കോമാളി എന്ന വാക്കും ഒക്കെ ഉപയോഗിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, കേരളത്തിലെ മുതിർന്ന നേതാക്കളിൽ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ നിന്നാണ്, കോൺഗ്രസ് നേതാക്കളിൽ നിന്നല്ല. വളരെ അപൂർവമായിട്ടുള്ള പ്രസംഗ വേദികളിൽ കേൾക്കാമെങ്കിലും
പത്രസമ്മേളനങ്ങൾ ആലോചിച്ചുറപ്പിച്ച് പറയുന്ന ചില കാര്യങ്ങളിലൊന്നും ഇത്തരത്തിൽ വാക്കുകൾ കടന്നു വരാറില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ഇപ്പൊ AK ആന്റണി ആണെങ്കിലും രമേശ് ചെന്നിത്തല ആണെങ്കിലും ശശി തരൂരാണെങ്കിലും VD സതീശനാണെങ്കിലും ഒക്കെ നിങ്ങളൊക്കെ അവരുടെ ഭാഷകൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഭാഷ അവരിൽ നിന്നും കിട്ടാൻ വഴിയില്ല. പ്രസംഗപീഠത്തിൽ ഒരു പക്ഷേ ചിലരൊക്കെ ഈ പ്രയോഗം നടത്തിയിട്ടുണ്ടാകില്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇത് പ്രസംഗത്തിലും അല്ലാത്തപ്പോഴും ഒക്കെ ഇങ്ങനെ പ്രതികരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് കൃത്യമായി മറുപടി പറയാനില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ വേറൊരു വിഷയം രേണുക ചോദിച്ചല്ലോ, ഇതൊക്കെ എന്തിനാ വിഷയമാക്കുന്നത്? ജനങ്ങളുടെ മുമ്പിൽ ഇതൊരു വിഷയങ്ങളല്ല. ജനങ്ങൾ ഇത് ചർച്ച ചെയ്ത് കഷ്ടം എന്ന് പറയുന്നേ ഉള്ളൂ. ജനങ്ങളുടെ മുമ്പിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ അവരനുഭവിക്കുന്ന നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന ഇന്നത്തെ ഗ്യാസ് സിലിണ്ടർ പ്രശ്നം, അതുപോലെ തൊഴിലില്ലായ്മ പ്രശ്നം, PSC ജോലി കിട്ടാത്ത പ്രശ്നം, ആശുപത്രികളിലെ ദുരന്ത പ്രശ്നം, ക്ഷേമ പെൻഷൻ കൃത്യമായി കിട്ടാത്ത പ്രശ്നം, ശമ്പളത്തിന്റെ ആനുപാതികമായി കിട്ടേണ്ട DR കിട്ടാത്ത വിഷയം, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്, ജനകീയ വിഷയങ്ങള്. അതാണ് ജനങ്ങളുടെ മനസ്സിലത് മാത്രമേ ഉള്ളൂ. പക്ഷെ മാധ്യമങ്ങളാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ ഡീല്, ഏത് വീട്ടിലാണ് ഡീല് ചർച്ച ചെയ്യുന്നത്? ഒരു വീട്ടിലും ഡീല് ചർച്ച ചെയ്യില്ല. ഡീൽ എന്ന് പറയുന്നത് ഒരു വർത്തമാനകാല രാഷ്ട്രീയത്തിലെ ഒരു ദിവസത്തിൽ ഉണ്ടാകാവുന്ന ഒരു രാഷ്ട്രീയ സംഭവവികാസത്തെ ഭരണ പ്രതിപക്ഷങ്ങൾ തർക്കമാക്കുന്നു എന്നുള്ളതാണ്. അത് 2 ദിവസം കഴിഞ്ഞാൽ അതങ്ങ് കഴിയും. 2 ദിവസം കഴിഞ്ഞിട്ട് പക്ഷേ അത് കഴിയുന്നില്ലല്ലോ. ഇന്ന് കൂടുതൽ മണ്ഡലങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് VD സതീശൻ രംഗത്ത് വരുന്നതാണ് നമ്മൾ കണ്ടത്. താങ്കൾ തന്നെ സൂചിപ്പിക്കുന്നു, ആരാണ്, ഏത് സാധാരണക്കാരാണ് ഈ തരത്തിലുള്ള വിഷയങ്ങളെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് ഇതിനെ മാനദണ്ഡമാക്കുക എന്ന് താങ്കൾ തന്നെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നം, ജനങ്ങൾ നേരിട്ട ബുദ്ധിമുട്ട് എന്താണോ, ജനങ്ങൾ കണക്കിലെടുക്കുന്ന വിഷയങ്ങൾ, അവയിലേക്കാണല്ലോ പ്രചരണം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പ്രതിപക്ഷം അതിലാണല്ലോ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ആരാണ് ഈ ഡീൽ വിവാദം കൊണ്ടുവരുന്നത്? അതൊരു അജണ്ടയായി സെറ്റ് ചെയ്യുന്നത് ആരാണ്? പ്രതിപക്ഷ നേതാവാണ്. അതിനെ പിന്തുടർന്ന് മറ്റു നേതാക്കൾ രംഗത്ത് വരികയും CPM-ന് അതിന് മറുപടി പറയേണ്ടി വരികയും ചെയ്യുകയായിരുന്നല്ലോ. ഇതിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു പോയൊരു പരാമർശം വീണ്ടും വീണ്ടും ആയുധമാക്കുന്നത് ആരാണ്? അത് പ്രതിപക്ഷമാണ്. ഇന്ന് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരാണ് മുഖ്യമന്ത്രിക്കെതിരെ സമനില തെറ്റി എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് വിഷയങ്ങൾ ചർച്ചയാകും. തെരഞ്ഞെടുപ്പ് കാലത്ത് അതിലെ രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്, ജനകീയ പ്രശ്നങ്ങളുണ്ട്, പ്രതിപക്ഷം മുൻപ് ആരോപിച്ച ആരോപണങ്ങളുണ്ട്, പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാൻ ഗവൺമെന്റിന്റെ കയ്യിലുള്ള PR ആയുധങ്ങളുമുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന ചർച്ചകളേ ഉള്ളൂ. അതല്ല, അത് ഓരോ ദിവസവും വിഷയം മാറിക്കൊണ്ടിരിക്കും. നാളെ പത്രികാ സമർപ്പണം പിൻവലിക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷം ക്ലിയർ ആവുമ്പോൾ നിങ്ങൾ കാണുന്ന ഈ വിഷയങ്ങളൊന്നും ആവില്ല. വലിയ തരത്തിലുള്ള ജനകീയ വിഷയങ്ങളാണെങ്കിൽ ചർച്ച ചെയ്യപ്പെടുക. ഇവിടെ ശ്രീമതി രേണുക കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ CPM-ന്റെ പുരോഗമനച്ചുക്കൾ എന്ന് കരുതുന്ന ഒരു വിഭാഗമുണ്ട്. അവര് ഫേസ്ബുക്കിൽ കടന്നിങ്ങനെ എല്ലാ കാര്യത്തിലും പിണറായി വിജയനെ ന്യായീകരിക്കുകയാണ്. നമ്മുടെ സാഹിത്യകാരന്മാരായ സുഹൃത്തുക്കൾ, എന്റെ അടുത്ത സുഹൃത്തുക്കൾ ഉൾപ്പെടെ. ഇപ്പൊ ഇന്ന് തന്നെ ഇന്നലത്തെ ആ ഒരു വിഷയം ഞാൻ പറയാം. ഒരു പ്രസംഗവേദിയില് ഔചിത്യമില്ലാന്ന് തന്നെ പറയാം. ഒരു പ്രവർത്തകനാണ് പറയുന്നത്, എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട്. ഇത് LDF കൺവെൻഷനിലാണ്, അല്ലാണ്ട് വേറൊരു കൺവെൻഷനല്ല. LDF കൺവെൻഷനിൽ അവര് വരുന്നത് CPM പ്രവർത്തകരാണ്. അതിലൊരാള് ഏതെങ്കിലും ആകട്ടെ ആ സമയത്ത് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളിപ്പോൾ മിണ്ടാതിരിക്കും, നമുക്ക് പിന്നെ ചോദിക്കാമെന്ന് പറയേണ്ടതിന് പകരം വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആ വീടിനെ അപമാനിക്കുന്നു, ആ മനുഷ്യനെ ഒരുപാട് അപമാനങ്ങൾ അതിൽ നേരിടേണ്ടി വരുന്നുണ്ട്. ആരാണിത്? പാർട്ടി പ്രവർത്തകനാണ്, വോട്ട് ചെയ്യേണ്ടവനാണ്. അതൊരു കൺവെൻഷൻ ആണല്ലോ. അങ്ങനെ ഒരു പൊതുസമ്മേളനത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാറുണ്ടോ സാധാരണ നിലയിൽ നേതാക്കൾ? അത് അങ്ങനെയുള്ളൊരു വേദി അല്ല എന്നറിയാം. മുഖ്യമന്ത്രി സംസാരിച്ചു തുടങ്ങുന്നു, വേദിയിലിരുന്ന ആ വ്യക്തി തന്നെ ആവർത്തിച്ച് പിന്നീട് ഇപ്പോൾ മാധ്യമങ്ങളോടെല്ലാം പറയുന്നു താൻ അനവസരത്തിലാണ് ആ ചോദ്യം ചോദിച്ചത്, എൻ്റെ തെറ്റാണ് എന്ന് ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. അപ്പോൾ അദ്ദേഹത്തിന് പരാതിയില്ല, പക്ഷേ ഈ രീതിയിലാണോ സംസാരിക്കേണ്ടത് എന്നൊരു കാര്യം അവിടെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണല്ലോ പ്രധാന പ്രയോറിറ്റിയായി നിൽക്കേണ്ടത്. ആ രീതിയിലായിരുന്നു പ്രതിപക്ഷ നേതാവ് ആദ്യം മാധ്യമങ്ങളെ കാണുമ്പോൾ സംസാരിച്ചിരുന്നത്. പക്ഷെ പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ അതല്ല, അത് ആത്മവിശ്വാസക്കുറവാണോ എന്നൊരു സംശയം മറ്റുള്ളവരിൽ ഉണ്ടാക്കും. ഡീൽ എന്തുകൊണ്ട് വരുന്നു? പാലക്കാട് ജയിക്കില്ല എന്നതുകൊണ്ട്. ഡീൽ എന്തുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു? സംസ്ഥാനത്ത് 10 ഇടങ്ങളിലുണ്ടെന്ന് പറയുന്നു. അത് 100 തേക്കാനാവില്ല അല്ലെങ്കിൽ ജയിക്കാനാവില്ല എന്ന ആത്മവിശ്വാസക്കുറവിൽ നിന്നാണെന്ന് സംശയം വരും. നോക്കൂ രേണുക, അതായത് നിങ്ങൾ രാഷ്ട്രീയം കൃത്യമായിട്ട് അറിയുന്ന അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പിന്തുടരുന്ന ഒരാളാണല്ലോ. അതായത് ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ഗോതയില് ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പര ആരോപണം ഉന്നയിക്കുമ്പോൾ അത് കൊണ്ടും കൊടുത്തും വേണം മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ പ്രവർത്തകരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2 ദിവസമായിട്ട് UDF-ന് ആത്മവിശ്വാസം ഏറാനുള്ള കാരണം എന്താണ്?
ഈ വക മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ഒരു വിഷയം അവിടെ വരുന്നത് സാധാരണ ഇതിൽ ചോദിക്കാൻ പാടില്ലെന്ന് ആദ്യം പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. പൊതുയോഗത്തിന് ചോദിക്കാൻ പാടില്ല. പക്ഷെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ മറുപടി ഇങ്ങനെയല്ല വേണ്ടത്. ഞാൻ പറഞ്ഞത് അതിന് ശേഷമുള്ള കാര്യങ്ങൾ, ആ വിഷയം അവിടെ നിൽക്കട്ടെ. പൊതുയോഗത്തിലെ ചർച്ചയാക്കേണ്ട അത് ഓരോ നേതാക്കളുടെ ഒരു മാനസികാവസ്ഥയൊക്കെ അതിൽ പ്രശ്നമാണ്. നേരെ മറിച്ച് ആ പ്രസംഗ പീഠത്തിൽ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ, ഇപ്പൊ ഗോവിന്ദ മാഷ് ഒരു മൈക്കുകാരൻ പോയിട്ട് മൈക്കിനടുത്ത് നിന്ന് സംസാരിക്കാൻ പറയുമ്പോൾ താമ്പോടു എന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ അതല്ല ചർച്ച. അതിനുശേഷം ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അതായത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അതിനുശേഷമുള്ള ചില പ്രശ്നങ്ങളാണ്. അപ്പൊ അത് മുഖ്യമന്ത്രി വരെ അനുകൂലിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആ സമയത്ത് അങ്ങനെ പറഞ്ഞു. പക്ഷെ ആ ചോദ്യം അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ പറയണേ എന്നാ മുഖ്യമന്ത്രിയും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ഉരുട്ടിപ്പരട്ടി ചൂപ്പിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ള ചില പുരോഗമന സ്വഭാവമുള്ളവർ ഫേസ്ബുക്കിലൊക്കെ എഴുതുകയാണ്. നേരെ മറിച്ച് മുഖ്യമന്ത്രി ചെയ്ത് തെറ്റാണ്, അല്ലെങ്കിൽ ആ പൊതുയോഗത്തിൽ ഒരാളൊരു സാധാരണക്കാരനെ വിമർശിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പൊ മുഖ്യമന്ത്രി ആ ചെയ്തത് തെറ്റാണ്. പണ്ട് ഇതുപോലെ പൊതുയോഗത്തിൽ ഉമ്മൻചാണ്ടി ഇതുപോലെ ഒരു മദ്യഷാപ്പ് പൂട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനൊരു ചോദ്യം ഉയർന്നു. ആ ചോദ്യം വരുമ്പോൾ ഉമ്മൻചാണ്ടി ഇങ്ങനെയാണ് പ്രതികരിച്ചത്. അത് ആ രീതിയിൽ അങ്ങ് പ്രതികരിച്ച് പോയാൽ പോരായിരുന്നോ? പ്രവർത്തിക്കുന്ന പ്രവർത്തകനല്ലേ ചോദിച്ചത് എന്നൊക്കെ പറയുന്നതിന് പകരം മുഖ്യമന്ത്രിയെ സുഖിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി ഇത് ശരിയാണെന്ന് പറയാണ്. അങ്ങനെ തെറ്റിനെ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആളില്ല CPM-ല്. അതിന്റെ ദുരന്തമാണ് അവരനുഭവിക്കുന്നത്. രേണുകയുടെ ഒരുപക്ഷെ മാധ്യമ ജീവിതത്തിലെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ CPM-ലെ പ്രമുഖ നേതാക്കൾ കൂട്ടത്തോടെ CPM വിടുന്നത് കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? തുടർഭരണം ഉണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ നിൽക്കില്ലേ? അപ്പൊ തുടർഭരണം ഉണ്ടാകില്ലെന്ന് അവരും കൃത്യമായിട്ട് അളക്കുന്നത് മാത്രമല്ല, തുടർഭരണം ഈ പാർട്ടിയെ നശിപ്പിക്കും എന്ന് പറഞ്ഞത് അവർക്കൊപ്പമുള്ള സഹയാത്രികരല്ലേ? സച്ചിദാനന്ദ മാഷ് ഉൾപ്പെടെയുള്ള സാറാ ജോസഫ് ടീച്ചറെ ഒക്കെ അല്ലേ പറഞ്ഞത്? എന്തായാലും പറയാൻ കാരണം എന്താ? മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ ജീർണതയിലേക്ക് പോകുന്നത് ഈ ഭരണസുഖത്തിലിരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് VD സതീശൻ പറഞ്ഞത് ശരിയാണ്. ഡീൽ എന്ന് പറഞ്ഞത് ഡീൽ പുതിയ കാര്യമല്ല. അപ്പൊ ഡീലിന് മുമ്പ് CPM ചെയ്തിട്ടുണ്ട്, കോൺഗ്രസും ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയമാണ്. പക്ഷെ ഒരു ഡീൽ ഉണ്ടാകുമ്പോൾ അത് തുറന്ന് കാണിക്കണം. അതിപ്പോ കോൺഗ്രസ് തുറന്നു കാണിച്ചു. നാളെ കോൺഗ്രസ് ഡീൽ ഉണ്ടാക്കുകയാണെങ്കിൽ CPM-ന് തുറന്നു കാണിക്കാം, അല്ലെ BJP-ക്ക് തുറന്നു കാണിക്കാം. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അവിടെ ജനകീയ വിഷയങ്ങൾ അതുകൊണ്ട് മാറിപ്പോകുന്നില്ല. ജനകീയ വിഷയങ്ങൾക്കൊപ്പം തന്നെ ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തില്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകും. ഇപ്പൊ ഇവിടെ ഡീലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സുന്ദരയ്യയുടെ വിഷയം വരെ വന്നു. P. സുന്ദരയ്യ എന്തുകൊണ്ടാണ് 77-ൽ രാജിവെച്ചത്? പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗത്വം, കേന്ദ്ര കമ്മിറ്റി അംഗത്വം എന്നൊരു ചോദ്യം വരുന്നുണ്ട്. കാരണം അന്ന് BJP-യുടെ ചെലവിൽ BJP CPM ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ച സുന്ദരയ്യ. ആ കത്തിപ്പോഴും കിടപ്പുണ്ടല്ലോ, സോഷ്യൽ മീഡിയ കിടപ്പുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ചർച്ചയാകും. പക്ഷെ അതുകൊണ്ടൊന്നും ജനകീയ വിഷയങ്ങൾ പോവില്ല. UDF-ന് ആത്മവിശ്വാസം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനങ്ങൾ ചില സർവേകളിൽ VD സതീശന്റെ നിലപാടുകൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഈ ഗവൺമെന്റ് ഒന്ന് മാറണം, ഒരു പുതിയ ശൈലി, പുതിയ മുഖം വരണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അതിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. പക്ഷെ ഒപ്പം ഇതൊക്കെ ചർച്ച ചെയ്തു പോകും. ശരി, ഇതൊക്കെയും ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങൾ എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ശ്രീ അനുരാജ്, നോക്കൂ, ഇവിടെ ഇപ്പോ കൃത്യമായും വികസനമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട എന്ന് ആവർത്തിച്ച് പറയുന്നത് BJP സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഒരു മൈക്ക് വന്നാൽ അദ്ദേഹം വികസനം പറഞ്ഞിരിക്കും, വികസനമാണ് തങ്ങളുടെ അജണ്ട എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ നോക്കൂ, കഴിഞ്ഞ ദിവസങ്ങളിലായി BJP-യുടെ ഭാഗത്തു നിന്നും ചർച്ചയാകുന്ന വിഷയം എന്താണ്? B. ഗോപാലകൃഷ്ണൻ നടത്തിയ വിവാദ പരാമർശമാണ്. കേരളം ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത വർഗീയ പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒരുപക്ഷെ കേരളത്തിന് പുറത്തുപോലും ഈ രീതിയിൽ മതം വെച്ച് MLA സ്ഥാനം വീതം വെക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്നറിയില്ല. അത്രയും കടുത്ത വർഗീയ പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ഇതിപ്പോൾ പത്രിക എന്തായാലും സ്വീകരിച്ചിട്ടുണ്ട്. ഇനി നിയമ നടപടികൾ എന്തൊക്കെയാണ് എന്നത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ BJP സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വെച്ച വികസന അജണ്ട അതിനെ വഴിതിരിച്ചു വിടുകയല്ലേ ആ പരാമർശം ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ? അല്ല, അങ്ങനെയല്ല. ഇപ്പോ NDA-യുടെ മുഖ്യ അജണ്ടയാണ് വികസിത കേരളം എന്ന ആശയം. അപ്പോ ആ കേന്ദ്ര ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് NDA ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ സാധ്യതയില്ല. പിന്നെ ഇപ്പൊ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു തെരഞ്ഞെടുപ്പ് ഗോതയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ സാഹചര്യങ്ങളോടും പ്രതികരിക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ ഈ പറഞ്ഞ ഡീൽ എന്ന് പറയുന്ന കാര്യത്തോട്, അല്ലെങ്കിൽ ഈ പറയുന്ന നേതാക്കന്മാരുടെ വാക്കുകൾ, ഇതിലൊക്കെ സ്വാഭാവികമായിട്ട് NDA-ക്ക് പ്രതികരിക്കേണ്ടി വരും. പക്ഷെ NDA ചെയ്യുന്നത് അത്തരം കാര്യങ്ങളോട് പ്രതികരിക്കുക എന്നത് മാത്രമാണ്. ആ മുന്നണിയുടെ പ്രധാന ആശയത്തെ മാറ്റി വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ NDA ശ്രമിക്കുന്നില്ല. അങ്ങനെ ശ്രമിക്കാൻ സാധ്യത ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഇല്ല. പക്ഷെ ഇപ്പോ ഈ ദിവസങ്ങളിൽ LDF-ഉം UDF-ഉം ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മളിപ്പോ ഈ ചെറ്റത്തരം എന്നുള്ള വാക്കിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഇതിപ്പോ ചർച്ച തുടങ്ങിയത്. അപ്പൊ ഈ ചെറ്റത്തരം എന്ന വാക്ക് മലയാള ഭാഷയിൽ സഭ്യമായ ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു പ്രയോഗമാണ് എന്നൊക്കെ അത് സംഭവിച്ചു കഴിഞ്ഞിട്ടും പിണറായി വിജയൻ അത് വീണ്ടും ആ അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് നമ്മൾ പരിശോധിക്കേണ്ട അദ്ദേഹത്തിന്റെ ചരിത്രമാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെയുള്ള പല പദപ്രയോഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ പദപ്രയോഗങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബിഷപ്പിനെ അവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ ശ്രീ അനുരാജ്, താങ്കൾ ഇപ്പോൾ ന്യായീകരിച്ചു എന്നതിനെയാണല്ലോ സൂചിപ്പിക്കുന്നത്. ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനെ BJP സംസ്ഥാന അധ്യക്ഷനും ന്യായീകരിച്ചിട്ടുണ്ട്. എന്താണ് തെറ്റെന്നാണ് ചോദിച്ചത്. അപ്പൊ എന്തായാലും അപ്പോ ഈ രീതിയിൽ പണ്ട് പറഞ്ഞ പ്രയോഗങ്ങൾ ഇപ്പൊ പരനാറി എന്നുള്ള പ്രയോഗമൊന്നും പിൻവലിച്ചിട്ടില്ല. അത് അങ്ങനെ തന്നെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിണറായി വിജയൻ എന്ന നേതാവിന്റെ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം വാക്കുകൾ പ്രയോഗിക്കുകയും അത് അങ്ങനെ തന്നെയാണെന്ന് ആവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്യാറ്. അപ്പൊ പൊതുസമൂഹം അങ്ങനെ അല്ല എന്ന് ചൂണ്ടിക്കാണിച്ചാൽ, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാറില്ല. അത് പിണറായി വിജയന്റെ മാത്രം സ്വഭാവമല്ല, CPIM എല്ലാ പല നേതാക്കന്മാരുടെയും സ്വഭാവമാണ്. നമുക്കറിയാം 1, 2, 3, 4 വെട്ടിക്കൊന്നു മുക്കിക്കൊന്നു എന്നൊക്കെ പറഞ്ഞ നേതാവുണ്ട്. അതുപോലെ തന്നെ സമാനമായ എത്രയോ ഇപ്പോ നമ്മുടെ G. സുധാകരൻ കൊഞ്ഞാൺ എന്നുള്ള പ്രയോഗം. അപ്പൊ ഇതൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുസമൂഹത്തിൽ ഉപയോഗിക്കാത്ത സഭ്യമല്ലാത്ത വാക്കുകളായിട്ട് സമൂഹം കണ്ടെത്തിയ വാക്കുകളാണ്. ഇനി ഒരു വാക്ക് സഭ്യമാണോ അസഭ്യമാണോ എന്നൊക്കെ ഉള്ളത് ലിംഗ്വിസ്റ്റിക്സ് അല്ലെങ്കിൽ ഭാഷാശാസ്ത്രം വെച്ചിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ അതിനെ എന്താ പറയുക വർഗീകരിക്കാൻ സാധിക്കുമായിരിക്കും. അതിലേക്കൊന്നും അല്ലല്ലോ പൊതുപ്രവർത്തകർ പോകേണ്ടത്. പൊതുപ്രവർത്തകർ പൊതുസമൂഹത്തിന് മുന്നിലുള്ള ഭാഷ, ആ ഭാഷ എങ്ങനെ ഉപയോഗിക്കുന്നു, അതിന് നന്നായിട്ട് എങ്ങനെ കൊണ്ടു നടക്കാം. എല്ലാ അർത്ഥത്തിലും പുരോഗമനം പറയുമ്പോൾ ഭാഷയുടെ കാര്യത്തിൽ പുരോഗമനമൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്റെ ഭാഷയുടെ കാര്യത്തിൽ പുരോഗമനം വേണ്ട, മറ്റുള്ളവരുടെ ഭാഷ പരിശോധിച്ചാൽ മതി, മറ്റുള്ളവരുടെ വാക്കുകൾ പരിശോധിച്ചാൽ മതി, മറ്റുള്ളവരുടെ നിലപാടുകൾ ചർച്ച ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇതേ നിലപാടിൽ ആവർത്തിച്ച് നിൽക്കുകയാണ്. ഇത് ഒരു തരം എന്താ പറയാ, ഒരു തരം അഹങ്കാരമാണ്. അതായത് ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക, അതിനാണ് ഞങ്ങളുടെ പ്രവർത്തകരെ, അതിനിപ്പോ സോഷ്യൽ മീഡിയയിൽ അതിനുള്ള പിന്തുണ എന്ന് പറഞ്ഞല്ലോ, അതിന് കൈയടിക്കാനാണ് പ്രവർത്തകരെ സെറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് ഉണ്ടാകുന്നത്. അത് നിർഭാഗ്യവശാൽ LDF-ലുണ്ട്, ഇപ്പൊ UDF-ലും അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. UDF-ൽ അങ്ങനെ അല്ലേ എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോ നമ്മളിപ്പം പറഞ്ഞില്ലേ നേരത്തെ K. സുധാകരനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പത്രസമ്മേളനത്തിൽ വരുന്ന ഒരു വാക്ക്, ഒരു വിവാദ വാക്ക്, അതായത് അദ്ദേഹം അങ്ങനെ തന്നെയാണോ പറഞ്ഞത് എന്നതിനെ പോലും സംശയം നിലനിൽക്കുമ്പോൾ പോലും അത് അങ്ങനെയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം ഉണ്ടായി. അത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള മൂല്യച്യുതി സംഭവിച്ചത് കൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കന്മാരെ വാക്കുകളെ പോലും ഇതിപ്പം ശരിയായ രീതിയിൽ അങ്ങനെ മോശം വാക്കാണോ പ്രയോഗിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാഞ്ഞിട്ട് പോലും നമുക്കത് പിന്നീട് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അങ്ങനെ അല്ല എന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു. എന്തായാലും മാധ്യമങ്ങളും പൊതുസമൂഹമൊക്കെ അതിനെ അവിടെ ഉപേക്ഷിച്ചു. അതിന്റെ തുടർന്ന് അങ്ങോട്ടൊരു പ്രവർത്തനം ഉണ്ടായില്ല. നമുക്കറിയാം ചിലപ്പോൾ പൊതുവേദികളിൽ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ അതിന്റെ വരികൾ പോലും പഠിക്കാതെ നേതാക്കന്മാർ ചൊല്ലുന്ന വളരെ ദയനീയമായിട്ട് രംഗം നമ്മൾ കേരളത്തിൽ എത്ര തവണ കാണുന്നു. അപ്പൊ ഇത്തരത്തിൽ ഭാഷയെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ലാഘവത്തോടെ കാണുക എന്നത് കേരള രാഷ്ട്രീയത്തിന്റെ ഒരു പൊതു സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട്. അത് രണ്ട് മുന്നണികളിലും പ്രകടമാണ്. അപ്പൊ അത് മാറ്റുക എന്നുള്ളത് യുവതലമുറയിൽ ചിലപ്പോൾ അതിന്റെ മാറ്റം ഉണ്ടായിരിക്കാം. പക്ഷെ ആ മാറ്റത്തെ അംഗീകരിക്കുകയാണ്, അല്ലെങ്കിൽ ആ മാറ്റത്തിന് വഴിമാറി കൊടുക്കുകയാണ് മുതിർന്ന തലമുറ ചെയ്യേണ്ടത്. അത് ഉണ്ടാകുന്നില്ല. യുവതലമുറ കൂടെ അതിലേക്ക് വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന രീതിയിൽ തെറ്റായ മാതൃകകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടേയിരിക്കും എന്ന് വരുന്നത് വളരെ എന്താ പറയാ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. പിന്നെ നമ്മുടെ ഇപ്പം ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥിയുടെ ഇതിനെപ്പറ്റി രേണുക ചോദിച്ചല്ലോ, ഞാൻ അതേക്കുറിച്ച് പറയാം. അതായത് അദ്ദേഹം പറഞ്ഞത് ഗുരുവായൂർ എന്ന നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് ഒരു വിഷയത്തിലുള്ള ഒരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അപ്പൊ അതിൽ അദ്ദേഹത്തിനുള്ള ഒരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇത് നമ്മൾ വിമർശന വിധേയമാക്കുമ്പോൾ നമ്മൾ മറുവശത്ത് ചിന്തിക്കുക, അദ്ദേഹം പാർട്ടിയുടെ പേരിൽ തന്നെ മതം കൊണ്ട് നടക്കുന്ന പാർട്ടി കേരളത്തിലുണ്ട്. അപ്പൊ അത്തരം പാർട്ടികൾ കേരളത്തിന്റെ സെക്യുലർ സംവിധാനത്തിൽ വരുത്തിയിട്ടുള്ള വലിയ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യാതെ അവയൊക്കെ സെക്യുലറിസത്തെ സംരക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് സാമുദായിക രാഷ്ട്രീയമാകാം, മതരാഷ്ട്രീയം പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാമുദായിക രാഷ്ട്രീയമാകാം എന്ന് പറയുന്ന പുരോഗമനവാദികൾ ഉൾപ്പെടെ ഉള്ള ഒരു കേരളമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഏറ്റവും വർഗീയതയുണ്ട് എന്ന് ഇപ്പൊ ഇടതുപക്ഷം തിരിച്ചറിഞ്ഞു. പക്ഷെ 20 വർഷമോ 25 വർഷമോ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൊണ്ടു നടന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷം കേരളത്തിൽ. അവരിപ്പോ INL-നെ എന്താ പറയാ അസോസിയേറ്റ് മെമ്പർ അംഗമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ PDP-യെ ഇപ്പൊ കഴിഞ്ഞ ദിവസം PDP-യെ ഉൾക്കൊള്ളാൻ തീരുമാനിച്ചു. ഇങ്ങനെ ഏതൊക്കെ വർഗീയതയെ, ഇസ്ലാമിക വർഗീയതയെ എങ്ങനെയൊക്കെ പുൽകണമോ അതിനൊക്കെ ശ്രമിക്കുകയാണ് ഇടതുപക്ഷം. അതേസമയം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയൊരു സംഭവം UDF-നെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞെന്താണ്, ഉപ്പിന്റെ ഉപ്പുരസം പോയി. കാരണം മതരാഷ്ട്രവാദം ഇല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഇല്ല. അത് ഇന്ത്യയിൽ മാത്രമല്ല, അത് ബംഗ്ലാദേശിലായാലും മറ്റു രാജ്യങ്ങളിലായാലും ആഗോളതലത്തിലുമൊക്കെ മതരാഷ്ട്രവാദമാണ് ആ സംഘടനയുടെ അടിസ്ഥാനമായ ഒരു നയം. ബംഗ്ലാദേശിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ആയിട്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി മത്സരിക്കുകയാണ്.
ഇവിടെയാണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടിയായിട്ട് നിൽക്കുന്നത്. എന്നിട്ട് ഈ വിവാദമൊക്കെ നടക്കുമ്പോഴും കഴിഞ്ഞ ദിവസം വെൽഫെയർ പാർട്ടി തീരുമാനിച്ചു ഞങ്ങൾ UDF പിന്തുണയ്ക്കും തീരുമാനിച്ചു. അപ്പൊ ഈ രീതിയിൽ വർഗീയതയെ പുൽകുന്നതിന് വേണ്ടി ഏതൊക്കെ രീതിയിൽ പോളറൈസേഷൻ സാധിക്കുമോ, നമ്മൾ ഈ പറയുന്ന ഡീൽ വിവാദം, എന്തിനാണ് ഡീൽ ഉന്നയിക്കുന്നത്? ഇവിടെയുള്ള ഇസ്ലാം മത വിശ്വാസികളും ക്രൈസ്തവ മത വിശ്വാസികളൊക്കെ ഏതൊക്കെ പോളറൈസ്ഡ് ആണ്. അപ്പൊ അതിന് ഇനിയും എന്തെങ്കിലും ഊറ്റിയെടുക്കാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിലുള്ള പോളറൈസേഷന് BJP-യോടൊപ്പം നിൽക്കുന്നു CPM എന്ന് UDF-ഉം അതുപോലെ തന്നെ കോൺഗ്രസിനൊപ്പം BJP നിൽക്കുന്നു LDF-ഉം ശരി, അങ്ങനെ ഒരു പോളറൈസേഷന് ശ്രമം നടക്കുന്നതുകൊണ്ടാണ് ഇതുവരെ ആ വിഷയം ചർച്ച ചെയ്തതാണ്. ആ ചർച്ച പൊതുവെ അതിലേക്ക് എത്തുകയും ചെയ്തൊരു ഏതെങ്കിലും സാഹചര്യം അതുകൊണ്ടായിരിക്കും രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലുണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാർ ഏതെങ്കിലും മതം നോക്കിയല്ല പ്രതിനിധീകരിക്കുന്നത്, ഒരു മണ്ഡലത്തെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത്. ഏതെങ്കിലും ജാതിയോ മതമോ ഒന്നും അതിൽ വിഘാതമാകുന്നില്ല. അവിടെയാണ് ഹിന്ദു MLA എന്നൊരു പരാമർശം വരുന്നത്. അത് വീണ്ടും ഈ രീതിയിൽ ന്യായീകരിക്കപ്പെടുന്നത് എന്തായാലും മതമാണ് പ്രശ്നം. ഒരു സമുദായത്തിന് കഴിഞ്ഞ 10 വർഷം കിട്ടാതെ പോയത് തിരിച്ചു കൊടുക്കലാണ്. അതിനെ ഈ രീതിയിൽ ന്യായീകരിക്കുമ്പോൾ ഇതും ജനങ്ങൾ കാണുന്നുണ്ട്. ഈ വഖഫ് പോരിനൊപ്പം തന്നെ അതും ജനങ്ങൾ കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട് എന്നത് വ്യക്തമാണല്ലോ. പ്രതിനിധിയാണ് എന്നയാളെന്ന് പറഞ്ഞ സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? ശരി, നോക്കൂ മോഹൻ വർഗീസ്, നോക്കൂ ഇവിടെ ഇപ്പോ പല വിധത്തിൽ ഈ ചെയ്യുന്ന തെറ്റുകളെ രാഷ്ട്രീയ പാർട്ടികൾ ന്യായീകരിക്കുകയാണ്. നേതാക്കന്മാർ പറയുന്ന തെറ്റുകളെ താഴോട്ട് ഓരോരുത്തർക്കും പരസ്യമായി ന്യായീകരിക്കേണ്ടി വരികയാണ്. അങ്ങനെയാണ് ഈ ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോകുന്നത്. പക്ഷേ ഇന്നലെ ന്യൂസ് 18 പുറത്തുവിട്ട ഒരു സർവേ ഫലമുണ്ട്. കേരള ജനമനസ് എന്തു പറയുന്നു എന്ന് വോട്ട് ബൈ സർവേ ഫലം ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ ഈ ജനങ്ങളോട് ചോദിച്ച ചോദ്യങ്ങൾ, നിങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്നൊരു ചോദ്യം ജനങ്ങളോട് ചോദിച്ചു. അതിൽ 19% പേർ, ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് വിലക്കയറ്റം എന്നതാണ്. 19.7% പേർ വിലക്കയറ്റം എന്ന് പറയുമ്പോൾ തൊഴിലില്ലായ്മ ചൂണ്ടിക്കാട്ടുന്നത് 15.6% പേരാണ്. വികസനമില്ലായ്മ 3.9, ക്രമസമാധാന പ്രശ്നങ്ങൾ 9.3, ശബരിമല സ്വർണ്ണക്കൊള്ള 4.3 എന്നിങ്ങനെയാണ് ആളുകൾ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് ഏറ്റവും അവരെ നേരിട്ട് ബാധിക്കുന്ന വിഷയം വിലക്കയറ്റമാണ് എന്ന് നമുക്ക് കാണാം. തൊഴിലില്ലായ്മ ആളുകളെ ഏറ്റവും അലോസരപ്പെടുത്തുന്നതാണ്. ഇതൊക്കെയാണ് യഥാർത്ഥ പ്രശ്നങ്ങളെന്ന് ജനങ്ങൾ തന്നെ പറയുമ്പോൾ ഈ രീതിയിലാണോ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോകേണ്ടത് എന്നൊരു ചോദ്യമില്ലേ? ഉണ്ട്, തീർച്ചയായും ന്യായമായ ചോദ്യമാണ്. കാരണം ഫണ്ടമെൻ്റൽ ഇഷ്യൂസ് അവിടെ നിലനിൽക്കെ ഉപരിപ്ലവമായ വിഷയങ്ങളോ ഇപ്പം നമ്മൾ ഈ ചർച്ച മുഴുവൻ ഈ ചില പ്രയോഗങ്ങളെക്കുറിച്ചാണല്ലോ. ഇതൊക്കെ ഉപരിപ്ലവമായ കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി എന്താണ്, ഒരു പാർട്ടി എന്താണ്, നയം എന്താണെന്നതാണ് പ്രധാനം. ആരെക്കുറിച്ച് എന്ത് മോശപ്പെട്ട പദം പ്രയോഗിച്ചു എന്ന് പറയുന്നത് കേവലം ഉപരിപ്ലവം മാത്രമാണ്. അടിസ്ഥാന വിഷയം എക്കാലത്തും, അത് UDF ഭരിക്കുമ്പോഴാണെങ്കിലും LDF ഭരിക്കുമ്പോഴാണെങ്കിലും, അടിസ്ഥാന വിഷയങ്ങൾ വിലക്കയറ്റം, അതുപോലെ തൊഴിലില്ലായ്മ, ജീവിതോപാധികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ അടിസ്ഥാന വിഷയങ്ങളാണ്, എവർ ഗ്രീൻ വിഷയങ്ങളാണ്. ഈ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യാൻ, ഡിബേറ്റ് ചെയ്യാൻ, ഡെലിബറേറ്റ് ചെയ്യാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ മധ്യേ ചെയ്യാവുന്നത്. പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുക, അവിടെ ജാതി മതമൊന്നും അല്ലല്ലോ, അവിടെ വികസന വിഷയങ്ങൾ തന്നെയാണ് പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത്. പ്രകടന പത്രികയിൽ ഊന്നിയ അന്തസ്സുള്ള പ്രചരണം തങ്ങൾ അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഭരണപക്ഷത്തിന് പറയാം തങ്ങൾ അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ചെയ്ത് കാണിച്ചത്, അതിൻ്റെ ട്രാക്ക് റെക്കോർഡ് അനുസരിച്ച് വോട്ട് നേടാം. ഇതെല്ലാം മാറ്റിവെച്ചിട്ട് യഥാർത്ഥത്തിൽ ശബരിമല വിഷയത്തിന് എത്രയാണ്? 4.4 അല്ലെ 4.3. പക്ഷെ വൈകാരികമായ വിഷയങ്ങൾ അതൊക്കെയാണ്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് എക്കാലത്തും സംസാരിക്കപ്പെടുന്ന വിഷയങ്ങളാണ്. അത് UDF ഭരണത്തിലിരിക്കുമ്പോൾ UDF-നെതിരെയും LDF ഭരണത്തിലിരിക്കുമ്പോൾ LDF-നെതിരെയും തിരിഞ്ഞു കൊത്താവുന്ന വിഷയങ്ങളാണ്. അവിടെയാണ് യുണീക്ക് വിഷയങ്ങൾ, വല്ലപ്പോഴും മാത്രം വരുന്ന വിഷയങ്ങൾ, സ്പെസിഫിക്കായ അഴിമതി വിഷയങ്ങൾ, സ്വജനപക്ഷപാതം, വീൺ വാക്കുകൾ, ഇതെല്ലാം തന്നെ വിഷയമാകുന്നത് അതിൻ്റെ വൈകാരികത കൊണ്ടാണ്. അടിസ്ഥാനപരമായതുകൊണ്ടല്ല, അതിൻ്റെ വൈകാരികത കൊണ്ടാണ്. മനുഷ്യൻ വോട്ട് ചെയ്യുന്നത് പലപ്പോഴും ഈ ഫണ്ടമെൻ്റൽ ഇഷ്യൂസ് മാത്രം വെച്ചിട്ടല്ല. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആത്യന്തികമായി ബലപരീക്ഷയാണ്. കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥി ജയിച്ചു, പാർട്ടി ജയിച്ചു, ഇതാണ്. അവിടെ വൈകാരികത പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവിടെയാണ് അങ്ങനെയുള്ള വൈകാരിക വിഷയങ്ങൾ വരുമ്പോഴാണ്. ഇവിടെ നോക്കൂ, ഈ ബി ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞു. ഇത് ഒരു വൈകാരികമായ ഒരു വിഷയം കൂടിയാണ്. അതിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഗുരുവായൂർ അമ്പലം സ്ഥിതി ചെയ്യുന്ന ഗുരുവായൂർ മണ്ഡലം, ആ മണ്ഡലത്തിൽ എന്തുകൊണ്ട് ഒരു പ്രത്യേക മതത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ഭൂരിപക്ഷ മതത്തിൽപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി മുഖ്യധാരാ മുന്നണികൾ സ്ഥാനാർത്ഥിയാക്കുന്നില്ല? എപ്പോഴും തിരഞ്ഞെടുക്കപ്പെടുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ഥാനാർത്ഥികളാണ് എന്ന് പറയുമ്പോൾ വസ്തുതാപരമായി അതിൽ തെറ്റില്ല.
പക്ഷേ അതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് വേറൊരു ലെവലാണ്. അപ്പോൾ ഇവിടെയാണ് ഇത് പറയാമോ എന്ന് ചോദിച്ചാൽ വസ്തുത പറയുന്നതിന് എന്താണ് കുഴപ്പം? പക്ഷേ അത് രാഷ്ട്രീയ സദാചാരത്തിന് നേരാണോ? അത് ഭരണഘടനയുടെ ഉത്തമമായി ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഉദാത്തമായ മൂല്യങ്ങൾക്ക് നിരക്കുന്നതാണോ? ജനാധിപത്യ മര്യാദകൾക്ക് നിരക്കുന്നതാണോ? തീർച്ചയായും KM ഷാജി മതമാണ് എന്ന് പറയുമ്പോൾ അത് തെറ്റ് എന്ന് നിഷ്പക്ഷമതികൾ പറയും. മുസ്ലിം ലീഗിൻ്റെ ഉൾപ്പെടെ നിഷ്പക്ഷമതികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയേണ്ടതാണ്. ആര് പറഞ്ഞാലും വർഗീയ പരാമർശങ്ങൾ നേരിട്ടോ വെയിൽഡ് ലാംഗ്വേജിലോ പറയുന്നത് ജനാധിപത്യ കേരളത്തിന് ഭൂഷണമല്ല, അതൊരു നിലപാടാണ്. അതേപോലെ തന്നെ സഭ്യേതരമായ പരാമർശങ്ങൾ നടത്തുന്നത് ഭൂഷണമല്ല. അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും അറിയാമല്ലോ സഭ്യമായ വാക്കുകൾ എന്താണ്. രാഷ്ട്രീയ സദാചാരത്തിന് നിരക്കാത്ത പ്രവൃത്തി സുധാകരൻ കാണിച്ചാൽ അത് ഞങ്ങൾ വിമർശിക്കും എന്ന് പറയുന്നത് ന്യായമാണ്. രാഷ്ട്രീയ സദാചാരം എന്ന് പറയുന്നത് കുറച്ചുകൂടി അന്തസ്സുള്ള വാക്കാണ്. പക്ഷേ ചെറ്റ എന്ന് പറയുന്ന വാക്കിന് ആ അന്തസ്സില്ല. നികൃഷ്ടജീവി എന്ന് പറയുന്നതിന് ആ അന്തസ്സില്ല. പരനാറി എന്ന് പറയുന്നതിന് ആ അന്തസ്സില്ല. കടക്ക് പുറത്ത് എന്ന് പറയുന്ന ആ ധാർഷ്ട്യത്തിൻ്റെ ടോണിന് ആ അന്തസ്സില്ല. പോയി വീട്ടിൽ ചെന്ന് എന്ന് പറയുന്നതിന് ആ അന്തസ്സില്ല. ഇവിടെ അല്ലത് സഹോദര, ഇത് അവിടെ അല്ലത് സംസാരിക്കേണ്ടത്, ഇത് അതിനുള്ള വേദിയല്ല എന്ന് പറഞ്ഞ് തിരുത്താവുന്നിടത്ത് പോയി വീട്ടിൽ പറ എന്ന് പറയുമ്പോൾ ധാർഷ്ട്യം, ധിക്കാരം, അഹങ്കാരം ഇതെല്ലാം തന്നെ സമ്മേളിക്കുന്നു. അപ്പോൾ ഇതൊരു ക്യാരക്ടർ സ്കെച്ച് കൂടിയാണ്. നേതാവായി ഉയർത്തിക്കാട്ടുന്ന ആളിൻ്റെ ഒരു വ്യക്തിപരമായ നൈർമല്യം കൂടി തെരഞ്ഞെടുപ്പിൽ പരിശോധിക്കപ്പെടും. അതാണ് രാഷ്ട്രീയത്തിന് ഉപരിയായ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ രാഷ്ട്രീയ നേതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ജാഗ്രതാപൂർവമായ നിലപാടുകൾ ഉണ്ടാവണം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത്. ശരി, ശ്രീ M ജയചന്ദ്രൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ തൃത്താലയിൽ VT ബൽറാമിനെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചിരിക്കുകയാണ് MP രാജേഷ്. അദ്ദേഹം പറയുന്നത് VT ബൽറാമിന്റെ 10 വർഷവും എൻ്റെ 5 വർഷവും അത് തമ്മിൽ ഒരു താരതമ്യ പഠനമാകാം, അതിനുവേണ്ടി പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുന്നു MP രാജേഷ്. അതൊരു ആത്മവിശ്വാസത്തിൽ നിന്നാണല്ലോ അത്തരമൊരു സംവാദത്തിന് ഈ തെരഞ്ഞെടുപ്പിന്റെ വേദിയിൽ നിൽക്കുമ്പോൾ തയ്യാറാകാൻ കഴിയുക. അത്തരം പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് ഇങ്ങനെ ആവർത്തിച്ച് നിലപാടുകൾ പറയുകയും അത് മറ്റു നേതാക്കൾക്ക് ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. നാടുനീളെ വ്യഭിചരിച്ച് നടന്നയാളെ ന്യായീകരിച്ച ആളാണ് പ്രതിപക്ഷ നേതാവ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നമുക്കറിയാം ഈ വിഷയത്തിൽ കോൺഗ്രസിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത വ്യക്തിയാണ് VD സതീശൻ എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ കോൺഗ്രസ് സ്വീകരിച്ചതാണ്. നുണേശൻ എന്ന് VD സതീശനെ വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വന്ന് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ, പൊതുസമൂഹത്തിന് ബോധ്യമുള്ള വിഷയങ്ങളിൽ ഈ അഭിപ്രായം പറയുന്നത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ? അല്ല, അതില് ഈ ഗണേഷ് കുമാറിന്റെ വിഷയത്തിൽ മുൻപ് തന്നെ, ഇന്നലെയൊന്നുമല്ല, ഗണേഷ് കുമാറിന്റെ ഭാര്യയുമായിട്ട് സമീപ ദിവസങ്ങളുണ്ടായ ഇഷ്യൂവിൽ എന്തായിരുന്നു നിലപാട്? രേണുവിനും അറിയാമല്ലോ, അത് ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ. എന്തായിരുന്നു ആ നിലപാട്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഗണേഷ് കുമാറിനെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോ ഗണേഷ് കുമാറിനെ പുറത്താക്കണം എന്ന് പറഞ്ഞ ആളല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പൊ എന്തുകൊണ്ടാണ് ആ നടപടി സ്വീകരിക്കാത്തത്? ഇതായിരുന്നു ചോദ്യം. അപ്പൊ ഞാനൊരു ചാനലിൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാനത് പറഞ്ഞു. ഇപ്പോഴും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഈ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇങ്ങനെ നടപടി ഉണ്ടായി. അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാണ്. പിണറായി വിജയൻ പറഞ്ഞതുകൊണ്ടാണോ അന്ന് ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത്? ആണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് പറയുന്നതിൽ ന്യായമുണ്ട്, വസ്തുതയുണ്ട്, സത്യസന്ധതയുണ്ട്, രാഷ്ട്രീയമായി മർമ്മഭേദിയായ ചോദ്യവുമാണ്. പക്ഷെ അതല്ലല്ലോ വസ്തുത. പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടല്ലോ ചെയ്തത്. എന്തായിരുന്നു സംഭവം? 2013 ഏപ്രിൽ 1-നാണ് ഡോക്ടർ യാമിനി തങ്കച്ചി തന്റെ ഭർത്താവാണ് ആയ ഗണേഷ് കുമാറിനെതിരെ പരാതി എഴുതി കൊടുക്കുന്നത്. അതിനു മുമ്പ് ഏതാണ്ട് ആഴ്ചകളോളം നീണ്ടു നിൽക്കുകയാണ് ഈ വിവാദം. അപ്പോഴാണ് അന്ന് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നത്, മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കണമെന്ന്. ഏപ്രിൽ 1-ന് പരാതി എഴുതി കൊടുക്കുന്നു. പരാതി എഴുതി കൊടുത്ത അന്ന് തന്നെ ഉമ്മൻചാണ്ടി റെസിഗ്നേഷൻ എഴുതി വാങ്ങുന്നു. അതാണ് കാര്യം. അപ്പൊ അന്ന് തന്നെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ കാര്യത്തിലും ഗണേഷ് കുമാറിന്റെ ഭാര്യ ഇന്ദുമേനോൻ പരാതി എഴുതി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഗണേഷ് കുമാറിന് രാജി എഴുതി വാങ്ങിക്കണം. നിലപാടിൽ ഒരു മാറ്റവും ഇല്ല എനിക്ക്. അപ്പോഴും അന്ന് പറഞ്ഞപ്പോഴും ഇല്ല, ഇപ്പോഴും ഇല്ല. പക്ഷെ അതിന് പകരം അതൊരു ആയുധമാക്കുകയാണ്, ട്വിസ്റ്റ് ചെയ്തൊരായുധമാക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത്. അതിനോട് യോജിക്കാൻ കഴിയില്ല.
അവിടെയാണ് തർക്കവും പ്രശ്നവും ഉള്ളത്. ജയചന്ദ്രൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വരുമ്പോൾ PT കുഞ്ഞുമുഹമ്മദിന്റെ വിഷയം ചോദിക്കുക സ്വാഭാവികമല്ലേ? PT കുഞ്ഞുമുഹമ്മദിന്റെ വിഷയത്തിൽ അതിജീവിത എന്നോട് നടത്തിയ ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് മുഖ്യമന്ത്രിക്ക് വീഴ്ച സംഭവിച്ചു, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വീഴ്ച സംഭവിച്ചു എന്ന് അവർ പരസ്യമായി പറഞ്ഞതാണ്. അതിൽ ആരോപണ വിധേയനാകുന്നത് മുഖ്യമന്ത്രിയാണ്. അവർ ആ സമയം പാഴാക്കാതെ പരാതിയുമായി രംഗത്ത് വന്നവരാണ്. അവരുടെ പരാതിയിൽ നടപടി ഉണ്ടായില്ല, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കണ്ണാടിയിൽ നോക്കുക പറയുന്നത് സ്വാഭാവികമല്ലേ? മുകേഷിന്റെ വിഷയമില്ലേ? അങ്ങനെ എത്ര വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് ചോദിക്കാൻ പറ്റും? അല്ല, അത് ചോദിക്കാൻ പറ്റും. മുകേഷിന്റെ വിഷയവും ഈ ഡോക്ടർ ആച്ചിയുടെ വിഷയവും ഒക്കെ ചോദിക്കാം. പക്ഷെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് ഗണേഷ് കുമാറിന്റെ കാര്യത്തിലാണ്. ഇനി ഈ മറ്റേ വിഷയത്തിലാണെങ്കിൽ, കുഞ്ഞുമുഹമ്മദുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, എന്റെ കയ്യിൽ പരാതി കിട്ടിയ ആ നിമിഷം തന്നെ ഞാൻ അത് DGPക്ക് കൈമാറി, ഞാൻ അതാണ് ചെയ്തത് എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ. അതല്ലേ മുഖ്യമന്ത്രി നേരിട്ട് നമ്മളോട് പറയുന്ന കാര്യമല്ലേ നമ്മളുടെ മുമ്പിലുള്ള ബോധ്യം? അതങ്ങനെയല്ല. മുഖ്യമന്ത്രിയുടെ കയ്യിൽ പരാതി കൊടുത്തതിന് ശേഷം DGPക്ക് കൊടുത്തു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ ആരാണ് രംഗത്ത് വരേണ്ടത്? ഇല്ല, അവർ പറഞ്ഞത് DGPയുടെ കയ്യിൽ കൊടുക്കുകയും പോലീസ് വരികയും ചെയ്തു. പക്ഷേ ഒരു പരാതി കിട്ടുമ്പോൾ സാമാന്യമായി ഉണ്ടാകേണ്ടുന്ന യാതൊരു കമ്മ്യൂണിക്കേഷനും നടന്നില്ല. ഈ വിഷയത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു എന്നൊരു ചോദ്യം പോലും അതിജീവിതയോട് ഉണ്ടായില്ല എന്നാണ് അവർ പറഞ്ഞത്. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനാണ് വീഴ്ച സംഭവിച്ചത്, മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസം തനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് അവർ പറഞ്ഞത്. താങ്കൾ അതിന് പറഞ്ഞ എന്നോട് ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് ഞാനിത് പറഞ്ഞത്. മുഖ്യമന്ത്രി നമ്മളോട് പറയുന്നു, എന്റെ കയ്യിൽ പരാതി കിട്ടിയ നിമിഷം ഞാനത് നടപടിക്കായി DGPയെ ഏൽപ്പിച്ചു. ഇനി ആ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണെങ്കിൽ, അങ്ങനെയല്ല ചെയ്തിട്ടുള്ളതെങ്കിൽ പരാതിക്കാരി തന്നെ പറയട്ടെ. അത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചതാണല്ലോ. താങ്കൾ ചോദിക്കൂ, ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണോ? മുഖ്യമന്ത്രി പരാതി കൊടുത്തു എന്നും ഉദ്യോഗസ്ഥർ എത്തിയെന്നും വിവരം തേടിയെന്നും ഒക്കെ അവർ തന്നെ സമ്മതിച്ചതാണ്, ഇതിനോടകം തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ മറ്റ് നടപടികൾ വൈകി. അതിൽ അവർ ഉദ്ദേശിച്ച രീതിയിലല്ല നടപടി ഉണ്ടായത്. ഒരു നടപടി എടുത്തിട്ട് IFFK വേദിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് അത് പരസ്യപ്പെടുത്തിയത് പോലുമില്ല. രഹസ്യമായ ഉറപ്പാണ് കൊടുത്തത്. ഇങ്ങനെയുള്ള പരാതികളിൽ എങ്ങനെയാണ് രഹസ്യ ധാരണ ഉണ്ടാകുന്നത്? നിങ്ങൾ വന്നോളൂ, അദ്ദേഹം അവിടെ ഉണ്ടാകില്ല എന്ന് രഹസ്യമായി ഉറപ്പ് നൽകുക മാത്രമാണ് ചെയ്തതെന്ന് ഒക്കെയുള്ള അവരുടെ പരാതികൾ അവർ ആവർത്തിച്ച് എല്ലാ മാധ്യമങ്ങൾക്കും മുന്നിലും പറഞ്ഞതാണ്. ഞാനതല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് താങ്കൾ സ്പെസിഫിക് ആയി മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞതും ഇപ്പോഴും അതിലാണ് ഉറച്ചു നിൽക്കുന്നത്. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിന്മേൽ നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് അവരുടെ പരാതിയെങ്കിൽ, മുഖ്യമന്ത്രി വിശദീകരിച്ചത് എന്റെ പരാതി കിട്ടിയ നിമിഷം തന്നെ ഞാൻ DGPക്ക് നടപടിക്കായി കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ടില്ല എന്നവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. അപ്പൊ രേണു പറയുന്നു ഇല്ല, പോലീസിനെ കൊടുത്തു എന്നുള്ളത് സത്യമാണ്. പക്ഷെ പോലീസ് പിന്നീട് വേണ്ട പോലെ ആക്ട് ചെയ്തില്ല. അതിനും മുഖ്യമന്ത്രിയാണോ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്? അങ്ങനെയാണോ? അതിന്റെ രീതി അങ്ങനെയാണോ? മുഖ്യമന്ത്രി ആ പരാതിയുടെ പുറകെ പോയി എന്താണ് അതിന്മേലുണ്ടായ നടപടി എന്ന് അന്വേഷിച്ചില്ല എന്നതാണോ താങ്കൾ ആരോപിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ പറയും. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടേതാണ്. അതിജീവിത പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് വീഴ്ച സംഭവിച്ചിട്ടുള്ളതെന്നാണ്, മുഖ്യമന്ത്രിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ്. അതിജീവിതയുടെ അനുഭവമാണല്ലോ അവർ പറയുന്നത്. അല്ല, എനിക്കതിനകത്ത് മുഖ്യമന്ത്രി പറയുന്നത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ്. എനിക്കെന്നല്ല, നമുക്ക് എല്ലാവർക്കും. അതിന്റെ അപ്പുറത്തേക്ക് അതിജീവിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരത് വിശദീകരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ ചർച്ചയിൽ പറയാൻ കഴിയുകയുള്ളൂ. ശരി, എന്തായാലും വസ്തുത അതായിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ ഇങ്ങനെ. ഒരു കാര്യം കൂടെ അനുരാജ് പറഞ്ഞ ആ ഒരു വിഷയമുണ്ടല്ലോ, ഗോപാലകൃഷ്ണന്റെ, അത് പ്രശ്നം എന്താണെന്നറിയാമോ അനുരാജ്? ഇത് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ 1952 രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുള്ള പാർട്ടിയാണെന്നേ. നിങ്ങൾ ചുമ്മാതെ ഈ തോന്നിവാസം കയറി പറയാൻ പറ്റും ഒരു രാഷ്ട്രീയ പാർട്ടി. എനിക്ക് IUMLന്റെ ആദർശം അത് വേറെ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. അല്ല, നിൽക്കൂ, താങ്കളുടെ സമയമല്ല, എന്റെ സമയമില്ലേ, ദയവായി ഇടപെടാതിരിക്കും. എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. താങ്കളുടെ സമയത്തല്ല താങ്കൾ പറയേണ്ടത്. സമയം തരുന്നത് ഇവിടുത്തെ ആങ്കർ ആണല്ലോ, രേണുകയല്ലേ സമയം തരേണ്ടത്. അവരെന്നോട്ടാണ് ചോദ്യം ചോദിച്ചത്. അപ്പൊ ഞാനൊരു സെക്കൻഡ് എനിക്ക് വേണം ഈ കാര്യം പറയാൻ പറഞ്ഞിട്ടാണ് താങ്കൾ പറഞ്ഞ നിലപാടിനെ കുറിച്ച് പ്രതികരിക്കുന്നത്. താങ്കളുടെ സമയം താങ്കൾ പറഞ്ഞോളൂ, അതല്ലേ അതിന്റെ രീതി, അതല്ലേ പ്ലീസ്. അപ്പോ അതങ്ങനെയാണ് നിൽക്കുന്നത്. അവിടെ ഇന്ത്യയിൽ ഒരു പാർട്ടിയും മത്സരിക്കുന്നത്
ഹൈന്ദവരെ സംരക്ഷിക്കാനോ ക്രൈസ്തവരെ സംരക്ഷിക്കാനോ മുസ്ലിങ്ങളെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമുദായങ്ങളെ സംരക്ഷിക്കാനോ അല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ ജനാധിപത്യം പുലർത്തും എന്ന് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് തന്നെയാണെന്നേ. അതില് ഇവിടെ പാർട്ടികൾ മത്സരിക്കുന്നവരെല്ലാം മുസ്ലിങ്ങളല്ലേ എന്നൊക്കെ ആക്ഷേപിക്കുന്നത് സാമുദായികമായ ആക്ഷേപമായിട്ട് തന്നെ എടുക്കാൻ കഴിയൂ. ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷന്റെ ആ ഒരു പർവ്യൂവിൽ നോക്കുമ്പോൾ കുറ്റകരമായിരിക്കില്ല, ഗോപാലകൃഷ്ണൻ മത്സരിക്കാമായിരിക്കും. പോലീസ് കേസെടുത്തെങ്കിലും കേസെടുത്താൽ മാത്രം ശിക്ഷിക്കാൻ കഴിയില്ലല്ലോ, അത് കോടതിയിൽ ശിക്ഷിക്കപ്പെട്ടാലല്ലേ അത് തെളിവായി ഇത് ഡിസ്ക്വാളിഫിക്കേഷന് കാരണമാവൂ എന്നൊക്കെ പറയാമായിരിക്കാം. പക്ഷേ ജനങ്ങളുടെ മനസ്സിലാണല്ലോ ഇതെല്ലാം ഉള്ളത്, നമ്മൾ കാണുകയും ചെയ്യുകയല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അന്ധമായി ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് എത്രത്തോളം യുക്തിയുണ്ട്, ജനാധിപത്യപരമായ യുക്തി, അതാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയമായ യുക്തിയൊന്നുമല്ല ഞാൻ പറയുന്നത്, ജനാധിപത്യപരമായ യുക്തി എത്രത്തോളം. ശ്രീ അനുരാജ്, താങ്കളുടെ ടേണിൽ ഇതിന് മറുപടി പറയാം. ഞാൻ ഒന്ന് ശ്രീകുമാറിലേക്ക് കൂടി പോയിട്ട് താങ്കളിലേക്ക് വരാം. ശ്രീ എൻ ശ്രീകുമാർ, നോക്കൂ, ഇവിടിപ്പോ ഈ രീതിയിൽ പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് നൽകിയ ഒരു അഭിമുഖത്തിൽ വി ഡി സതീശൻ പറയുന്നുണ്ട്, ഈ വനവാസം എന്നത് താൻ അങ്ങനെ പറഞ്ഞതല്ല, 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസം എന്ന അർത്ഥത്തിൽ പറഞ്ഞതല്ല, തിളക്കമാർന്ന വിജയം നേടി UDF-നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്ന തരത്തിൽ ഒരു ക്ലോസ് വെക്കുന്നത് നമുക്ക് കാണാം. ആവർത്തിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ന് 100 സീറ്റ് ഇല്ലെങ്കിൽ വനവാസം എന്ന് പറഞ്ഞിട്ടില്ല എന്ന തരത്തിൽ വി ഡി സതീശൻ തിരുത്തുന്നത്. അതൊരു ആത്മവിശ്വാസക്കുറവാണോ എന്ന സംശയം ആരെങ്കിലും ഉണ്ടാക്കിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ആ സമയത്ത് തന്നെയാണ് ഈ ഡീൽ വിവാദം പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുന്നത് എന്നതുകൂടി കാണണം. ഇന്നും അദ്ദേഹം മറ്റ് 2 മണ്ഡലങ്ങളുടെ തൃക്കാക്കരയും ഏറ്റുമാനൂരും മുന്നിൽ വെച്ചുകൊണ്ട്, കഴിഞ്ഞ ദിവസം വരെ 5 മണ്ഡലങ്ങളുടെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ തൃക്കാക്കരയും ഏറ്റുമാനൂരും കൂടി ഇന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 7 മണ്ഡലങ്ങളിൽ തൃപ്പൂണിത്തുറയും ഏറ്റുമാനൂരും പറഞ്ഞുകൊണ്ട് 7 മണ്ഡലങ്ങളിൽ ധാരണ എന്ന നിലയിലേക്ക് കൂടി പ്രതിപക്ഷ നേതാവ് എത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഈ ഡീൽ വിവാദം ആത്മവിശ്വാസത്തിൽ കുറവിൽ നിന്നുണ്ടാകുന്നതാണോ എന്നൊരു സംശയം ആളുകളിൽ ബലപ്പെടും. മാത്രവുമല്ല, മുഖ്യമന്ത്രി ഇന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യം മുസ്ലിം നാമധാരിയെ കൊണ്ടുവന്നതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ആരോപണം ഉയരുന്നത് എന്നാണ്. നോക്കൂ, മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകളെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ഓരോ നിമിഷത്തെയും പ്രസ്താവനകളൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചേർന്നതല്ല. അതോടെ നിൽക്കട്ടെ. അവിടെ പാലക്കാട് ഡീൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യത്തെ നമ്മുടെ ആ ഭാഗത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. പിന്നെ വി ഡി സതീശൻ വനവാസത്തിന് പോകാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമുക്കൊക്കെ ആലോചിച്ചറിഞ്ഞൂടെ? ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ വനവാസം എന്ന് പറഞ്ഞാൽ പണ്ട് ശ്രീരാമൻ വനവാസത്തിന് പോയ പോലാണോ? അതല്ല. അത് ആ സമയത്ത് രാഷ്ട്രീയമായിട്ട് നമ്മുടെ ആ പാർട്ടിയുടെ പ്രവർത്തകർക്ക് ആവേശം വരാൻ ഓരോ സന്ദർഭത്തിലും ഓരോ ഭാഗങ്ങളും ആത്മവിശ്വാസക്കുറവാണോ? അല്ല, ഞാൻ പറയാം, അത് നേതാക്കളുടെ പ്രസംഗത്തിന്റെ ശൈലിയാണ് ഞാൻ പറഞ്ഞത്. അത് തെരഞ്ഞെടുപ്പ് ഘട്ടം വരുമ്പോൾ വനവാസം എന്ന് പറഞ്ഞാൽ ബി ഡി സതീശൻ തോറ്റു കഴിഞ്ഞാൽ നേരം വെളുത്ത് ഒരു മറ്റേ മരവുരി ഉടുത്തുകൊണ്ട് കാട്ടിപ്പോകുന്ന ആരെങ്കിലും ധരിക്കുമോ? അതൊരു അസാങ്കല്പികമായ ഒരു ഇതാണ്. കാരണം വെച്ചാൽ അത്രയും ആത്മവിശ്വാസം ആ സമയത്ത് പ്രകടിപ്പിക്കുകയാണ്. പിന്നീട് എണ്ണം പറയും, 100, 200 എന്നൊക്കെ പറയുമ്പോൾ ആ എണ്ണത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൃത്യമായിട്ട് ചില കണക്കുകളും കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ, തിളക്കമാർന്ന വിജയം ഇപ്പോഴും ഉണ്ടാവുന്ന അദ്ദേഹം പറഞ്ഞു. തിളക്കമാർന്ന വിജയം എന്ന് വെച്ചാൽ അർത്ഥം എന്താ? 90 സീറ്റിന് 100 സീറ്റിനിടയ്ക്കുള്ളതാണ് തിളക്കമാർന്ന വിജയം. കഷ്ടിച്ച് വിജയമല്ല. നിങ്ങൾ ഇന്നലെ ന്യൂസ് 18 ചാനൽ പറഞ്ഞ പോലെ 71 സീറ്റ് 72 സീറ്റ് അതൊക്കെ എല്ലാ കാലത്തും ആ ഏതെങ്കിലും മുന്നണിയുടെ താല്പര്യം ഉള്ളവർ അവസാനം കൊണ്ടുവരുന്ന ഒരു കണക്കായിട്ടാണ് ഞാൻ കാണുന്നത്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. സർവേകൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. അങ്ങനെ ഒരു സാമ്പിൾ സർവേ ആണത്. അല്ല, ആ സാമ്പിൾ സർവേ അല്ല, അത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം നിങ്ങൾ 71 സീറ്റ് എന്ന് പറയുമ്പോൾ ആ 71 എങ്ങനെ കിട്ടിയെന്ന് വേറൊരാൾ ചോദിച്ചാൽ അത് നിങ്ങൾക്ക് അതിന് ന്യായീകരണം ഉണ്ടാവും. അതുപോലെ ഓരോ സന്ദർഭത്തിലും നേതാക്കൾ പറയുന്നതല്ല, വാചകങ്ങളും വാക്കുകളും ഉണ്ട്. അതിൽ വനവാസം എന്ന് പറഞ്ഞാൽ നാളെ കാട്ടിൽ പോകുക എന്നുള്ള അർത്ഥത്തിലല്ല, അത്രയും ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഇന്ന് അദ്ദേഹം പറഞ്ഞ എന്താണ്, വനവാസം എന്ന് പറഞ്ഞാൽ സാങ്കല്പികമായിട്ട് ആ സമയത്ത് ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടി പറഞ്ഞു. ഇപ്പോൾ ഇത് തിളക്കമാർന്ന വിജയം എന്ന് വെച്ചാൽ ഒരു വിജയം തിളങ്ങുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു നല്ല ഒരു 140 സീറ്റിൽ 90 സീറ്റ് കിട്ടുമ്പോഴാണ് തിളക്കം വരിക. ആ തിളക്കം അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ട്. അത് മാത്രമല്ല, UDF-ന്റെ ആത്മവിശ്വാസം 2 ദിവസമായിട്ട് വർദ്ധിച്ചതുകൊണ്ടാണല്ലോ LDF-ന് ഈ പ്രശ്നം വരുന്നത്. കോമാളി എന്നൊരു സ്ഥാനാർത്ഥിയെ വിളിക്കുമ്പോൾ അവരെ ചുരുങ്ങിയ പക്ഷം മുകുന്ദപുരത്ത് ചാലക്കുടിയിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് ഇന്നസെന്റിനെങ്കിലും ആലോചിക്കണ്ടേ? ഞാൻ പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ അടയാളത്തെയല്ലേ വിമർശിക്കേണ്ടത്, അല്ലെ അവരുടെ നയങ്ങളല്ലേ വിമർശിക്കേണ്ടത്? സ്ഥാനാർത്ഥി ദുർബലൻ, അതിൽ ഒരു കോമൺ നോക്കാം. ഞാൻ പറഞ്ഞ മാധ്യമങ്ങൾ പോലും അത് ഉപയോഗിക്കുകയാണ്. ഒരാൾ വണ്ണം കുറഞ്ഞിരുന്നാൽ അയാൾ ദുർബലനാകുമോ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും വണ്ണം കുറഞ്ഞിരിക്കുന്ന ആളല്ലേ ഏറ്റവും ദുർബലനായ സ്ഥാനാർത്ഥി?
അത് അങ്ങനെയാണോ നമ്മൾ കണക്കാക്കുക? അതല്ല. സ്ഥാനാർത്ഥിയുടെ ദൗർബല്യം കണക്കാക്കുന്നത് പാർട്ടിയുടെ ദൗർബല്യമാണ്. അത് ആ ശക്തിയാണ്. ഇപ്പൊ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിന് പകരം ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ ആ ദൗർബല്യം നോക്കുകയാണെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിക്കാതെ CPM ഒരു സ്ഥാനാർത്ഥിയെ സ്വതന്ത്ര വേഷം കെട്ടിക്കുമ്പോൾ അവിടെ എന്തുകൊണ്ട് അരിവാൾ ചുറ്റിയ നക്ഷത്രം എന്ന പാർട്ടി ചിഹ്നം കൊണ്ടുവരുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ ദൗർബല്യമാണ്. ആ ദൗർബല്യമാണ് ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ 3ാം സ്ഥാനത്തായി പോകുമ്പോൾ ഒരു പരീക്ഷണം അത് നിങ്ങൾ നടത്തുന്നതല്ലേ? CPM വിട്ടു വരുന്നവരെ വിമതരെ ഒപ്പം നിർത്തിയുള്ള പരീക്ഷണം കോൺഗ്രസും എത്രയിടങ്ങളിൽ നടത്തുന്നുണ്ട്? അല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഡീലിനെ കുറിച്ചാണല്ലോ സംസാരിച്ച കൂട്ടത്തിലല്ലേ ഇത് പറഞ്ഞത്. ഡീൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പാലക്കാട്ട് ഇപ്പൊ മുസ്ലിം നാമധാരി എന്ന മുഖ്യമന്ത്രി എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് അവിടെ കൃത്യമായിട്ട് പാർട്ടി വോട്ടുകൾ, അതായത് നമ്മളുടെ പൊതുവായിട്ട് VD സതീശനോ അല്ലെങ്കിൽ UDF മുന്നോട്ട് വെക്കുന്ന നയങ്ങളോട് താല്പര്യം കണ്ട് ചില പൊതു വോട്ടുകൾ ചെയ്യാറുണ്ട്. അങ്ങനെ പൊതു വോട്ടുകൾ ഭിന്നിപ്പിച്ചു പോയി അവിടെ BJPക്ക് ഒരു എഡ്ജ് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റുമാനൂർ ഇന്നലെ പറഞ്ഞതാണ്. ഇന്ന് മാത്രം പറഞ്ഞല്ല, ഇന്നലെ ഏറ്റുമാനൂർ രമേശ് ചെന്നിത്തല പറഞ്ഞതെന്ന് മാത്രം. തൃപ്പൂണിത്തുറ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അത് വേറൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞതെന്ന് മാത്രം. സതീശൻ പറഞ്ഞത് 10 മണ്ഡലങ്ങളിലാണ്. അദ്ദേഹം 7 എണ്ണം പറഞ്ഞു കഴിഞ്ഞു. ഇനി 3 എണ്ണം പറയാം. എന്താ അത് ഏറ്റുമാനൂരിൽ എന്ത് പറ്റി? തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി BJPയുടെ കയ്യിലല്ലേ? എന്താ അവിടെ അങ്ങനെ സംഭവിച്ചതൊരു ചോദ്യം വരില്ലേ? എന്താ പാർട്ടി സ്ഥാനാർത്ഥി നിർത്താണ്ടിരുന്നത്? കോന്നി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലമല്ലേ? അവിടെ മത്സരിച്ച 2020 സ്ഥാനാർത്ഥി, അവിടെ 2020ക്ക് ഒരു സാധ്യതയില്ല. അതാണ് ദൗർബല്യം എന്ന് പറയുന്നത്. 2020 സ്ഥാനാർത്ഥി എന്താ പറയുന്നത്? ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ച CPM ഗവൺമെന്റിനെ ഞങ്ങൾ ബുദ്ധിമുട്ടിലാക്കുന്നില്ല എന്ന്. അത് മാത്രമല്ല, LDF കൺവീനറാണ് EP ജയരാജൻ ജാവദേക്കറെ കണ്ടതും അദ്ദേഹത്തിന്റെ പ്രസ്താവന. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഈ ആത്മവിശ്വാസം UDF വർദ്ധിച്ചുകൊണ്ടാണല്ലോ രേണുകെ മുഖ്യമന്ത്രിയുടെ CPMന്റെ നിലപാടുകൾ മാറുന്നതും. അതുപോലെ സതീശൻ എന്തുകൊണ്ടാണ് ഇന്ന് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ അധികാരത്തിൽ വരുന്ന ഉറപ്പാ, അതുകൊണ്ട് തിളക്കമാർന്ന വിജയം എന്ന് പറയുമ്പോൾ വനവാസത്തെ എടുത്തിട്ട് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കേണ്ടതെന്നല്ല അദ്ദേഹം പറഞ്ഞത്. അതാണ് എന്റെ കാര്യം. ശരി. ശ്രീ അനുരാജ്, നോക്കൂ, ഇവിടെ ഇപ്പോ BJP ഈ തെരഞ്ഞെടുപ്പിൽ 3 മുതൽ 4 വരെയൊക്കെ സീറ്റ് നേടുമെന്ന് പല സർവേകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു തരത്തിലും ഡീൽ അല്ല എങ്കിൽ പോലും ചില സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ BJP വീണ്ടും ഒരു അക്കൗണ്ട് തുറക്കുകയാണ് എങ്കിൽ ഈ ഡീൽ വിവാദമൊക്കെ വീണ്ടും കത്താനുള്ള സാഹചര്യമാണോ ഉള്ളത്? BJP ആരെതിർക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെയും പ്രധാന അജണ്ട എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ ഇത് ഇന്നൊന്നും അവസാനിക്കില്ല എന്നതിന്റെ സൂചനകൾ തന്നെയാണോ ഈ ചർച്ചകൾ നൽകുന്നത്? ശ്രീ ജയന്തൻ നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി, അതായത് ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇത്ര കാലം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത്ര കാലം മുസ്ലിം ലീഗിന് വർഗീയത പോരാ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ പാർട്ടിയാണ് IM. എന്നിട്ടും പോരാഞ്ഞിട്ടുണ്ടാക്കിയതാണ് PD. എന്നിട്ടും പോരാഞ്ഞിട്ടുണ്ടാക്കിയതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടി. ഈ പാർട്ടികളൊക്കെ ആയിട്ട് ചേരാം. ഇവർ ഇത്ര കാലമായിട്ട് പറഞ്ഞിട്ടുള്ള ഇത്തരം പോളറൈസേഷൻ നടത്തിയിട്ടുള്ള ജനാധിപത്യ സംവിധാനം എന്നൊക്കെ പറഞ്ഞിട്ട്, ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും അനഭിലഷണീയമായിട്ടുള്ള കാര്യം ഇത്രയും കാലം നടന്നു എന്ന് മാത്രമല്ല, ആദ്യമായിട്ട് വർഗീയ കക്ഷി അധികാരത്തിൽ എത്തിച്ചതാരാണ്? 67 സപ്തകക്ഷി മുന്നണി എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് ഇടതുപക്ഷമാണ് ആദ്യം ഈ ഒരു വഴി കാണിച്ചു. ഇത്രയൊക്കെ ചെയ്തിട്ടാണ് ഇപ്പൊ പറയുന്നത് ഗോപാലകൃഷ്ണൻ. അതേസമയം വേറൊരു വിഷയത്തോടും ഇത്തരത്തിൽ മറ്റ് സമുദായത്തിൽ നിന്ന് വന്ന ഈ രീതിയിലുള്ള ആൾക്കാരുടെ ഒരു പ്രതികരണത്തോടും ഒന്നും പ്രതികരിക്കാനുള്ള ഒരു താല്പര്യവും ഇവർക്കില്ല. ഇനി ഇദ്ദേഹം പറഞ്ഞു ഇപ്പൊ ജനാധിപത്യ സംവിധാനമാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, MLA ആണെന്നൊക്കെ പറഞ്ഞു. അതേസമയം എനിക്ക് ഇക്കാര്യത്തിൽ മന്ത്രി സജി ചെറിയാനൊക്കെ പറഞ്ഞത് രീതി പിന്തുടർന്നിട്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മലപ്പുറം തൊട്ട് കാസർഗോഡ് വരെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കാര്യം തൊട്ട്. അപ്പൊ ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ സംബന്ധിച്ച് തന്നെയാണ് അദ്ദേഹമൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ UDF ഭരണം വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ഭരിക്കുക എന്ന് പറഞ്ഞ CPM നേതാവാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞ അതിന്റെ പാത പിന്തുടർന്നിട്ടാണ് ഞാനിത് പറഞ്ഞത്, ഈ വിഷയം പറഞ്ഞത്. അപ്പൊ എന്റെ മാത്രം അഭിപ്രായമല്ല എന്ന് അദ്ദേഹം ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയുകയാണ്. ഇനി അടുത്തത് പറഞ്ഞത് BJPയുടെ വരവ്, അതിനെ പറ്റിയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ, നമ്മളൊക്കെ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് സത്യത്തിൽ ഇടതുപക്ഷവും UDF തമ്മിലുള്ള ഒത്തുകളിയാണ്. എന്താണ് പ്രശ്നം? ഇരു മുന്നണികൾക്കും തങ്ങൾ ജയിക്കില്ല എന്ന് ഏകദേശം ഉറപ്പുണ്ട്. അപ്പോൾ ഒരു ഉറപ്പുമില്ല. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ വനവാസമൊക്കെ പിൻവലിച്ചിട്ട് ഞങ്ങൾ വലിയ മെജോറിറ്റി എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഭരണപക്ഷവും ഈ രീതിയിലുള്ള ഒരു മുൻകൂർ ജാമ്യമൊക്കെ എടുത്തിട്ടാണ് നിൽക്കുന്നത്. ഭരണപക്ഷത്തൊക്കെ എന്തുമാത്രം വലിയ പ്രശ്നങ്ങളായിരുന്നു, ആരും ചർച്ച ചെയ്തില്ല എന്നുള്ളത്. CPM കേരളത്തിൽ ഒന്നാകെ നെടുകെ പിളർന്നിരിക്കുകയാണ്. ആരാണ്? ഏതാണ്ട് പിണറായി വിജയൻ അല്ലെങ്കിൽ MP ഗോവിന്ദ മാഷെക്കാട്ടിലും തലപ്പൊക്കമുള്ള G സുധാകരൻ ഒരു പക്ഷത്ത്,
അതുകൊണ്ട് തീർന്നു. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ പാർട്ടിയിലെ പ്രമുഖ നേതാക്കന്മാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ തന്നെ മത്സരിക്കുകയാണ്. അപ്പോ ആ രീതിയിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് തന്നെ അതിനകത്ത് യാതൊരു എന്താ പറയാ ജയിക്കില്ല എന്ന് ഉറപ്പുണ്ട്. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യുകയാണ്, വിഷയം മറ്റൊന്നിലേക്ക് തട്ടിമാറ്റാൻ നോക്കുക. എന്തായാലും NDA അതിൽ നിൽക്കാൻ പോകുന്നില്ല. വികസിത കേരളം എന്ന ആശയവുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. NDAക്ക് ജയസാധ്യതകളുള്ള മണ്ഡലങ്ങൾക്ക് വളരെയധികം സജീവമായിട്ട് പ്രവർത്തിക്കുന്നത്. അത് വിജയിക്കുകയും ചെയ്യും. നമുക്ക് വോട്ടെണ്ണി കഴിയുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് NDA ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതോടെ 3 മുന്നണികൾ യാഥാർത്ഥ്യമാകും. 85% പേർ അല്ല എന്ന് പറയുന്നു. 9% പേർ മാത്രം നിഷ്പക്ഷമായി വോട്ട് രേഖപ്പെടുത്തിയത്. 6% പേർ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു.